എല്ലാവർക്കും നമസ്കാരം. സാഹിത്യത്തിൻ്റെ സ്വീകരണ മുറിയിൽ ജനപ്രിയരുമുണ്ട്. ഈ രണ്ടുപേരെ നമ്മൾ പ്രത്യേകിച്ച് ജനപ്രിയതയുടെ കാര്യത്തിൽ പരിചയപ്പെടുത്തേണ്ടതില്ല. അതിൽ പ്രത്യേകിച്ച് റാം കെയർ ഓഫ് ആനന്ദി എന്ന പുസ്തകം മലയാളത്തിൽ എനിക്ക് തോന്നുന്നത് 3 ലക്ഷത്തിന് മുകളിൽ കോപ്പികൾ വിറ്റ് കഴിഞ്ഞു. ഇപ്പോൾ എത്ര അതിൻ്റെ 4 അടുത്താവുന്നു. അതൊരു ചെറിയ ജനപ്രീതി അല്ല എന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാകും. കമ്പിളികണ്ഠത്തെ കൽഭരണികൾ എന്ന പുസ്തകം എനിക്ക് തോന്നുന്നു ഇറങ്ങിയിട്ട് 9 മാസങ്ങൾ പിന്നിടുന്നതേ ഉള്ളൂ. ഇപ്പോൾ അതിൻ്റെ 75ാം എഡിഷനാണ് പുറത്തിറങ്ങിയിരിക്കുന്നത്. ഏറെ വായിക്കപ്പെടുന്ന പുസ്തകങ്ങൾ. അതിന് തൊട്ടു പിന്നിൽ അഖിലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നാലാമത്തെ പുസ്തകമാണ് രാത്രി 12-ന് ശേഷം എന്ന പുസ്തകം. അതും ഇപ്പോൾ 80,000 കോപ്പി അതിന് മുകളിൽ വിറ്റു. വിൽപ്പനയാണോ ജനപ്രിയതയ്ക്ക് കാരണം എന്നുള്ളതൊക്കെ നമുക്ക് പിന്നീട് ആലോചിക്കാം, ചിന്തിക്കാം. പക്ഷേ ഇത് വായിക്കപ്പെടുന്നു എന്നത് നമുക്ക് എവിടെയും മറച്ചു വയ്ക്കാൻ കഴിയാത്ത ഒന്നാണ്. ആ സത്യം നിലനിൽക്കെ ഇവർ രണ്ടുപേരുടെയും പുസ്തകങ്ങൾ നമ്മുടെ ഇടയിലേക്ക് എത്തിക്കാൻ വേണ്ടി എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. ജനപ്രിയതയെക്കുറിച്ച് നമുക്കറിയാം. ഒരു വശത്ത് ജനപ്രിയത ഉണ്ടെങ്കിൽ അതൊരു തുലാസാണെങ്കിൽ അതിന് മറുവശത്ത് അപ്രിയത എന്ന ഒന്നുകൂടി ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് വേണ്ടുവോളം നെഞ്ചേറ്റിയ 2 ആളുകൾ കൂടിയാണ് ഇവർ രണ്ടുപേരും. നമുക്ക് ജനപ്രിയതയെക്കുറിച്ച് സംസാരിക്കുന്നതിനേക്കാൾ അപ്രിയതയെക്കുറിച്ച് സംസാരിക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്. ആദ്യമേ എനിക്ക് അത് തന്നെയാണ് എൻ്റെ ചോദ്യമായിട്ട് വരുന്നത്. ആദ്യം അഖിലിനോട് തന്നെ ചോദിക്കാം. കാര്യം അഖിലാണ് ഈ പുസ്തകത്തെ അതായത് നമ്മൾ ഈ പ്രേമം സിനിമയൊക്കെ ഇറങ്ങിയ സമയത്ത് ഈ പിള്ളേരെ അടിച്ചു തള്ളിയ സിനിമ കാണാൻ കയറിയതുപോലെ ഒരു പുസ്തകം വാങ്ങിക്കാൻ വേണ്ടി കോളേജിലെ കുട്ടികൾ ക്യൂ നിന്ന് പുസ്തകം വാങ്ങിക്കുന്ന ഒരവസ്ഥ മലയാളത്തിന് ഉണ്ടാക്കിയ ഒരു എഴുത്തുകാരൻ കൂടിയാണ്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ആ അപ്രിയത ഏറ്റവും കൂടുതൽ ഏറ്റുവാങ്ങിയിട്ടുള്ള ഒരാൾ കൂടിയാണ് അഖിലിന് എങ്ങനെയാണ് തോന്നുന്നത്? ഈ അപ്രിയതയെ അഖിൽ എങ്ങനെ നേരിട്ടിട്ടുണ്ട്? ക്വസ്റ്റ്യൻ വളരെ വാലിഡ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. അപ്രിയത എന്ന് പറയുമ്പോൾ പല രീതിയിലുണ്ട്. ചിലർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും, പക്ഷേ ഈ ബുക്ക് കുറച്ച് ആൾക്കാരിലേക്ക് എത്തിക്കഴിയുമ്പോൾ അവർക്കത് അപ്രിയമാവും. അതൊരു പോയിൻ്റാണ്. കാരണം റാം കെയർ ഓഫ് ആനന്ദി ഒരു 16 എഡിഷൻസൊക്കെ ഒരു 3 വർഷം എടുത്തു പോകാനായിട്ട്. പിന്നീടൊരു കയറ്റമായിരുന്നു. അപ്പോൾ ആ 16 എഡിഷൻ വായിച്ച് ഇഷ്ടപ്പെട്ട പലരും പിന്നീട് അത് ഇഷ്ടമില്ലാതായി. ഇതൊക്കെ എന്തിനാണ് ഇത്രയും പോകുന്നത് എന്നുള്ളത് അതൊരു അപ്രിയതയാണ്. പിന്നെ രണ്ടാമത്തത്, ചില ആൾക്കാർ ലിമിറ്റ് വെച്ചിട്ടുണ്ട്. അതായത് നമ്മളിങ്ങനെ നോക്കുമ്പോൾ കാക്ക വളരെ ഉയരത്തിൽ പറന്നു കഴിഞ്ഞാൽ നമ്മൾ പറയും എന്തേ കാക്ക അത്ര ഉയരത്തിൽ പറക്കുന്നു എന്ന് പറയും. കാരണം നമ്മുടെ മനസ്സിലൊരു ലിമിറ്റ് ഉണ്ട്. ഈ കാക്ക ഇത്രേ പാടുള്ളൂ, ഇതിനപ്പുറം പോകുന്നത് പരുന്താണ് എന്ന് വിചാരിക്കുക. അപ്പം നമ്മൾ നോക്കും ഇത് പരുന്താണോ കാക്കയാണോ എന്നുള്ളത് നോക്കും. അപ്പം എന്നെ പലരും ഒരു കാക്കയായിട്ടാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു ലിമിറ്റ് ഉണ്ട്. ഇതിനപ്പുറം ഇവൻ പോയിട്ടുണ്ടെങ്കിൽ അവർ കല്ലെറിഞ്ഞ് വീഴ്ത്തും, താഴെ ഇടും. അപ്പോൾ അങ്ങനെ കുറേ കല്ലേറുകൾ കിട്ടി. നമുക്ക് ആദ്യമേയൊക്കെ അത് ഭയങ്കര പോട്ട് പുല്ലെന്ന് പറയും, എന്തെങ്കിലും പറയട്ടെ കുഴപ്പമില്ല എന്ന് വിചാരിക്കും. പക്ഷേ സ്ഥിരമായിട്ട് നമുക്ക് കല്ലേറ് കിട്ടുമ്പോൾ നമുക്ക് പരിക്കുകളായി തുടങ്ങും. പിന്നെ നമുക്ക് പറക്കാനായിട്ടൊരു പ്രശ്നം ഉണ്ടായി തുടങ്ങും. പിന്നെ നമ്മൾ ഒന്ന് പറക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും എവിടെ നിന്നായിരിക്കും ഏറ് കിട്ടുക എന്നുള്ളത്. എവിടെയാണെന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ നമ്മുടെ കൂട്ടത്തിലുള്ള ആൾക്കാരായിരിക്കും കല്ലെറിയുന്നത്. നമ്മളെ കണ്ട് ചിലപ്പോൾ ചിരിച്ചു കാണിക്കുന്ന ഒരു മനുഷ്യനായിരിക്കും. ബാബുവേട്ടൻ അറിയാം അല്ലേ? ഞങ്ങൾ ഇന്ന് ചുമ്മാ ഇരുന്ന് സംസാരിച്ചപ്പം ഞാൻ ഇങ്ങനെ ബാബുവേട്ടനോട് സംസാരിക്കുമ്പോൾ ബാബുവേട്ടൻ പറഞ്ഞാ നിൻ്റെ ബുക്കിനെ പറ്റി ഒരാൾ ഭയങ്കര മോശമായിട്ട് ഇങ്ങനെ പറയാം. ഞാൻ ആലോചിക്കുക അയാൾ എന്നോട് നിരന്തരം പറയുന്നത് ബെസ്റ്റ് എൻ്റെ ബുക്കാണെന്നാണ് പറയുന്നത്. അപ്പം ബാബുവേട്ട ഇന്ന ആളോ? പുള്ളി പറയാം എടാ ആണ്. അപ്പോൾ എന്താണ് അതൊരു ഡബിൾ സ്റ്റാൻഡേർഡ്? അത് ശരിയല്ല. ഇപ്പോൾ ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരാൾ ബുക്ക് വന്ന് പറയുക നിൻ്റെ ബുക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, അതൊരു ചവറാന്ന് പറഞ്ഞാൽ അത് ഓക്കെ, ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. ഓക്കെ, നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടില്ല, പക്ഷേ എനിക്കത് ഇഷ്ടപ്പെട്ടു എന്നും പറഞ്ഞാൽ എനിക്ക് വന്ന് പറഞ്ഞിട്ട് പുറത്തൊക്കെ പാടി നടക്കുകയാണ് അത് മോശമായിട്ടുള്ളൊരു ബുക്കാണെന്ന് പറഞ്ഞിട്ട് അത് ശരിയായിട്ടുള്ളൊരു പ്രവണതയല്ല. അതാണോ ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ചിട്ടുള്ളത് അഖിലിനെ? ഒരുപാട് വിഷമമുണ്ട്. വിഷമം എന്നാന്ന് കഴിഞ്ഞാൽ ഒരുപാട് വിഷമമുണ്ട്. ആദ്യമൊക്കെ നമുക്കൊന്നും പ്രശ്നമില്ലെന്ന് ഈ പറഞ്ഞ കണക്ക് നമുക്ക് തോന്നും. പക്ഷേ സ്ഥിരമായിട്ട് ഇത് ഏറ്റുവാങ്ങുമ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഞാൻ എന്തെങ്കിലും തെറ്റാണോ ഈ ചെയ്യുന്നത്, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ട് വല്ല ക്രൈമാണോ ഇതെന്ന് വിചാരിച്ചു പോകും. പിന്നെ അത് നമ്മളെ ചിലപ്പോഴൊക്കെ ഡിപ്രഷനിലേക്ക് കൊണ്ടെത്തിക്കും. നമ്മൾ എത്രയൊക്കെ നമ്മളെ ഒന്നും ബാധിക്കുന്നില്ലെന്ന് വിചാരിച്ചാലും നമ്മളിപ്പം ഇത് കൊണ്ടെത്തിക്കാനുള്ള ഒരു വിങ്ങുണ്ട്.
ഞാൻ തന്നെ ചോദിക്കും, നിങ്ങൾക്ക് വേറെ പണിയൊന്നും ഇല്ലേ? വാട്സപ്പ് തുറന്നു കഴിഞ്ഞാൽ ഉടനെ എടാ നിന്നെപ്പറ്റി അത് പറഞ്ഞു ഇത് പറഞ്ഞു. ഞാൻ പറഞ്ഞു നിങ്ങളെന്തിനാ ഇത് എൻ്റെ കൊണ്ടുവന്ന് എത്തിക്കുന്നത്? അത് നിങ്ങൾ കേട്ടു അത് വിട്ടോ. ഇത് പക്ഷേ വാട്സപ്പ് ഞാൻ ഇപ്പോൾ ഉപയോഗിക്കാറില്ല, കാരണം ഇതാ പരിപാടി. അപ്പോൾ അതെല്ലാം കൂടെ നമുക്ക് കേട്ട് കേട്ട് വരുമ്പോൾ നമ്മൾ ഉറങ്ങാൻ നല്ല കാമാൻ കോയിട്ടായിട്ട് വിചാരിക്കുമ്പോഴായിരിക്കും ഇങ്ങനൊരു സാധനം കാണുന്നത്. പിന്നെ അത് ചിന്തിച്ച് ഉറക്കം പോയി, അതൊരു ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ എനിക്ക് സത്യം പറഞ്ഞ കഴിഞ്ഞ ദിവസം അഖിലിനെ വിളിച്ച് സംസാരിക്കുമ്പോൾ അഖിൽ എൻ്റെ അടുത്ത് പറഞ്ഞത്, പ്രിയൻ ഈ കഴിഞ്ഞ 2-3 ആഴ്ചകളിൽ ഞാൻ ആകെ ഉറങ്ങിയത് 5 മണിക്കൂർ മാത്രമാണ്. അഖിലിന് ഉറങ്ങാൻ കഴിയാത്തൊരവസ്ഥയിലേക്കാണ് ഈ അപ്രിയത ആ മനുഷ്യനെ കൊണ്ടുവന്ന് എത്തിക്കുന്നത്. അതൊരു വളരെ സങ്കടകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അത് അയാൾ പറയുമ്പോൾ തന്നെ നമുക്ക് വല്ലാതെ സങ്കടം തോന്നുന്ന ഒരു കാര്യമാണ്. അഖിലേ, ഞാൻ ബാബുവേട്ടനോടും കൂടി ഒന്ന് ചോദിക്കട്ടെ. ബാബുവേട്ടൻ ഈ അപ്രിയതയെ എങ്ങനെ നേരിടുന്നു? ശരിക്കും അങ്ങനെ നേരിടേണ്ട കാര്യമുള്ളതൊന്നും അല്ല അത്. തുടക്കത്തിലൊക്കെ ആകുമ്പോൾ അഖിൽ പറഞ്ഞതുപോലെ നമ്മൾ പോട്ടെ എന്നൊക്കെ വിചാരിക്കും. പക്ഷേ എനിക്ക് തുടക്കത്തിലാകുമ്പോൾ ഷോക്കാണ് ഉണ്ടായത്. ഇതെന്നോ ഞാൻ എന്ത് ചെയ്തു? ശരിയാണ്, നമുക്ക് 50-ാം വയസ്സിൽ ഒരാൾ വരുന്നു. ഞങ്ങൾ 10-25 വർഷമായിട്ട് ഇവിടെ വെള്ളം കോരിക്കൊണ്ടിരുന്ന ഇയാൾ എന്നതായി കൊണ്ടുവന്നേക്കുന്നേ. ഇതെങ്ങനെയാ ഈ 6 മാസം കൊണ്ട് 25 എഡിഷൻ ആകുന്നത്? ഇയാൾക്ക് കാശുള്ളത് കൊണ്ട് ഇയാൾ തന്നെ മേടിച്ചെടുത്തതാണോ ഇതെല്ലാം? അയാൾക്കിഷ്ടം പോലെ പൈസയുള്ളതല്ലേ? അപ്പോൾ ഇയാൾ ഈ പരസ്യങ്ങളൊക്കെ ഇട്ടായിരിക്കും. ഞാനൊരു പരസ്യവും ഇട്ടിട്ടില്ല. യഥാർത്ഥത്തിൽ ആരാണ് പറയുന്നത് എന്നതിനനുസരിച്ചാണ് ഇഷ്ടത്തിനും അനിഷ്ടത്തിനും ഒക്കെ പ്രാധാന്യമുള്ളത്. എന്നോട് പ്രിയദർശൻ പറയാണ്, 27-ാമത്തെ പേജിൽ എഴുതിയിരിക്കുന്ന അഡ്ജക്റ്റീവ് വന്നിരിക്കുന്നത് നൗണിന് ശേഷമാണ്. അത് ഫ്രഞ്ച് ഗ്രാമർ മലയാളത്തിൽ ഉപയോഗിച്ചിരിക്കുന്നതാണ്. ഞാൻ ടീച്ചറിൻ്റെ പുസ്തകത്തോട് നോക്കി, അതുകൊണ്ട് അവിടെ ബാബുവിന് തെറ്റിയിട്ടുണ്ട് എന്ന് പറയുമ്പം എനിക്ക് അത് പ്രധാനപ്പെട്ടതാണ്. ഞാൻ വഴി കൂടെ പോകുമ്പോൾ ഒരു മനുഷ്യൻ പറയുക, അയാൾ ആ കമ്പളികണ്ടത്തെ കൽഭരണി എഴുതിയത്, അത് അയാൾ എഴുതിയതല്ല, അയാൾക്ക് അഷ്ടമൂർത്തി ഒമിറ്റ് എഴുതി കൊടുത്തതാണ് എന്ന് പറഞ്ഞാൽ അതാരാ പറയുന്നത്? ഈ ശ്രീജ ടീച്ചർ പറയുമ്പോൾ എനിക്ക് സങ്കടം തോന്നും. എങ്കിലും ശ്രീജ ടീച്ചർ അത് ചെയ്തല്ലോ എന്ന്. ഈ ക്രിസ്തുവിന് പോലും ആരെങ്കിലും ഒറ്റിക്കൊടുത്തിരുന്നെങ്കിൽ അത്രമാത്രം ദുഃഖമുണ്ടാകുകയില്ലായിരുന്നു. അവനോടൊപ്പം സഞ്ചരിക്കുകയും അവൻ്റെ പാത്രത്തിൽ നിന്ന് കഴിക്കുകയും അവൻ്റെ തോളിലേക്ക് ചാരിക്കിടക്കുകയും ചെയ്ത ഒരാൾ അങ്ങനെ പറഞ്ഞാലേ ബുദ്ധിമുട്ടുള്ളൂ. ഇല്ലെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ വൈറ്റാട്ടി മുക്കിയത് കൊണ്ട് കൊച്ചുണ്ടാകില്ല. കുഞ്ഞിനെ പേറുന്ന അമ്മ തന്നെ കോൺട്രാക്ഷൻ്റെ ഗതി എത്ര സെക്കൻഡ് ഇടവിട്ടാണ് വരുന്നത് എന്നതനുസരിച്ച് പിടിച്ചു വെക്കുകയും മുക്കുകയും ചെയ്യുന്നതിലൂടെയാണ് കുഞ്ഞ് പ്രസവിക്കുന്നത്. എനിക്ക് പറയാനുള്ളത്, ഞാൻ അഖിലിൻ്റെ രചനകളെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ആളല്ല, പക്ഷേ എൻ്റെ ഭാര്യ ഇഷ്ടപ്പെടും. ഒരു ദിവസം ഈ അടുത്ത കാലത്താണ് 2-2.5 മാസമായി തോന്നുന്നല്ലേ, എൻ്റെ ഭാര്യ എന്നോടൊപ്പം ആയിരിക്കാൻ വേണ്ടിയിട്ടൊരു ലീവ് എടുത്തു. അപ്പോൾ എനിക്കന്ന് ഈ എഴുത്തിൻ്റെ രോഗം ഇച്ചിരി കലശലായി കൂടി വന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ മുറി അടച്ചിട്ട് അവളോട് മിണ്ടാതിരുന്നു. അപ്പോൾ അവൾ എന്നോട് പറഞ്ഞു, ഞാൻ ഇന്ന് നിങ്ങളുടെ കൂട്ടത്തിൽ സമയം സ്പെൻഡ് ചെയ്യാനിരുന്നതാണ്, എനിക്ക് പറ്റില്ലായിരുന്നു, എനിക്ക് എഴുതണമായിരുന്നു. അതിങ്ങനെ കലശരായ ഒരു അവസ്ഥയിലായിരുന്നു. ഞാൻ എഴുതിക്കൊണ്ട് ഇടയ്ക്ക് കാപ്പി എടുക്കാൻ ഞാൻ അടുക്കളയിലെ മെഷീനിലേക്ക് വരും. എക്സ്പ്രസ്സോ പലവട്ടം എടുത്തു പോകുന്നതിനിടയിൽ ഞാൻ നോക്കുമ്പോൾ നൈറ്റിയൊക്കെ ഇട്ട് അടുക്കളയോട് ചേർന്നുള്ള ഹാളിൽ എൻ്റെ ഭാര്യ ചെരിഞ്ഞു കിടന്നൊരു പുസ്തകം വായിക്കുന്നു, രാം കെയർ ഓഫ് ആനന്ദി. അപ്പോൾ എനിക്കതൊരു വളരെ തമാശയായി തോന്നി. കാരണം 2024 KLF-ലാണ് ഞങ്ങൾ ഈ പുസ്തകം വാങ്ങുന്നത്. ഞാനും ഒരു കോപ്പി വാങ്ങിച്ചു, അപ്പുറത്തെ സൈഡിൽ കൂടെ പോയി ആശ്രയും ഒരു കോപ്പി വാങ്ങിച്ചു. പക്ഷേ ഞാനൊരു 6-7 പേജ് വായിച്ചിട്ട് എനിക്കിഷ്ടമായില്ല, ഞാൻ മാറ്റിവെച്ചു. പക്ഷേ ഈ അടിപിടിയും ചീത്തയൊക്കെ ഉണ്ടായപ്പോൾ ഇത് സാഹിത്യമല്ല എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും എനിക്കിഷ്ടപ്പെടാത്തതുകൊണ്ട് അത് നല്ലതല്ലാതാകുന്നുണ്ടോ? പക്ഷേ എൻ്റെ ഭാര്യയ്ക്ക് ഇഷ്ടപ്പെട്ടല്ലോ. അപ്പം ഞാൻ ഈ ഫോട്ടോ ഇട്ടപ്പോൾ എനിക്കൊരു കമൻറ്റ്, നിങ്ങളെപ്പോലെ കമ്പിളികണ്ടത്തെ രാജകുമാരൻ ഒരിക്കലും ഇത്തരം ചവറുകളെ പ്രോത്സാഹിപ്പിക്കരുത്. എൻ്റെ ഭാര്യ ബിക്കിനി ഇടണോ, സാരി ഉടുക്കണോ, ഇല്ലെങ്കിൽ അവൾ എന്ത് കഴിക്കണം, എന്തുടുക്കണം എന്നൊക്കെ അവൾ തന്നെയാണ് തീരുമാനിക്കുന്നത്. അവൾ എൻ്റെ പ്രോപ്പർട്ടിയല്ല. സോ അവൾ തന്നെയാണ് തീരുമാനിക്കുന്നത് രാം കെയർ ഓഫ് ആനന്ദി വായിക്കണോ
അതെയോ MT വാസുദേവൻ നായരെ വായിക്കണോ എന്നുള്ളത്. പിന്നെ ഓരോരുത്തർക്കും അവരവരുടെ തരത്തിലുള്ള ഗർഭമാന്നേ. അയാളുടെ ഗർഭം അങ്ങനെയാ, ഗർഭം വിടാൻ ഇല്ല. എൻ്റെ ഗർഭം ഈ കൽഭരണി പോലെയുള്ളതാ. അതുപോലത്തേത് ഇയാൾ എഴുതണം എന്ന് പറഞ്ഞാൽ നടക്കും. എന്നാൽ പിന്നെ നമ്മളെല്ലാം ക്ലോണിങ് അല്ലേ നടത്തുന്നേ. ലെറ്റ് us do away with this literary snobbery. ഈ ഒരു 10-20 വർഷത്തെ ലിറ്റററി ക്രിറ്റിസിസം, ഇഫ് യു ലുക്ക് അറ്റ് ഹൗ ഇറ്റ് ഗോസ് ഇൻ ഇംഗ്ലണ്ട്, ഹൗ ഇറ്റ് ഗോസ് ഇൻ ഫ്രാൻസ്, ഇൻ ഫ്രഞ്ച് ലിറ്ററേച്ചർ, ഇൻ ജർമ്മൻ ലിറ്ററേച്ചർ, മലയാളി പൊളിയൊക്കെയാണ്. പക്ഷെ മലയാളി പൊളി എന്ന് പറഞ്ഞാൽ ഒന്ന്, ഈ കാണിച്ചു കൂട്ടുന്നതെല്ലാം മലയാളി എന്താ ചെയ്യുന്നത്? മലയാളി കാണിച്ചു കൂട്ടുന്നത് മലയാളി അടിപൊളിയാണെന്ന് മലയാളി തന്നെയാണ് പറയുന്നത്. ഐ എം സോറി, എൻ്റെ പുസ്തകം മേടിക്കുന്ന മലയാളി എല്ലാം അടിപൊളിയാണ്, സമ്മതിച്ചു. പക്ഷെ മലയാളികളുടെ അടുത്ത് തന്നെ സുന്ദരമായതിനെ എല്ലാം തച്ചുടയ്ക്കാൻ വളരെ ജെനുവിൻ ആയിട്ടുള്ളൊരു എനർജി നിറച്ച അനിഷ്ടങ്ങളുടെ കൂമ്പാരമായ ഒരു മലയാളി കൂടിയുണ്ട്. അപ്പോൾ എനിക്കുള്ളത്, ഓരോരുത്തരും അവരുടേതായ ഗർഭവുമായി പോകട്ടെ, ആ കുഞ്ഞിനെ പ്രസവിക്കട്ടെ, നമുക്ക് കാണാം അതെങ്ങനെ വളരുമെന്ന്. എനിക്ക് എൻ്റെ ഭാര്യ 5 പ്രാവശ്യം ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പ്രസവിച്ചിട്ടുണ്ട്. 4 കുട്ടികളുണ്ട് ഇപ്പോൾ, ഒരാൾ മരിച്ചുപോയി. അപ്പോൾ ഈ 4 കുട്ടികളും വ്യത്യസ്തമാണ്. ആ ചെറുക്കൻ എഴുതിയേക്കുന്ന 4 നോവലും വ്യത്യസ്തമാണെന്നേ. അതുകൊണ്ട് അയാൾക്ക് എഴുതാൻ അറിയില്ല, അയാൾക്ക് പെറാൻ അറിയില്ല, അമിനോട്ടിക് ഫ്ലൂയിഡ് ഉണ്ടാകും, കുളിപ്പീര് ചിലപ്പോൾ ശരിയായില്ലായിരിക്കും ചിലതിനകത്ത്, അതിന് ജലദോഷം വന്നായിരുന്നു, കാരണം 4 പാമര ശരിക്കിട്ടില്ലായിരിക്കും കൊച്ചിന്. പ്ലീസ് allow people to be what they are. എനിക്ക് എൻ്റെ ഇഷ്ടമുള്ള രീതിയിൽ ജീവിക്കാൻ എന്നെ അനുവദിക്കൂ, അയാൾക്ക് ഇഷ്ടമുള്ള പോലെ എഴുതാൻ അയാളെ അനുവദിക്കൂ. എന്നിട്ട് ഇത് ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞോ ഇത് വിശ്വസാഹിത്യമാണെന്ന്? പറഞ്ഞിട്ടില്ലല്ലോ. ആ ചെറുക്കൻ്റെ ആമുഖത്തിൽ ഈ കൊച്ചൻ തന്നെ എഴുതി എന്തായിരുന്നു? സിനിമാറ്റിക് നോവൽ. എനിക്ക് തോന്നുന്നു ആ വാക്ക് ചിലപ്പോൾ നമുക്ക് വൈരുദ്ധ്യമുണ്ടാകാം. ഞാനതിനെ കാണുന്നത് ഇറ്റ് ഈസ് എ കൊമേഴ്ഷ്യൽ ജോണർ ഓഫ് ഫിക്ഷൻ. അയാൾക്ക് അയാളുടെ രീതിയിൽ എഴുതാനുള്ള അവകാശമുണ്ട്. നമുക്ക് വിമർശിക്കാം, എന്ത് അതിലുപയോഗിച്ചിരിക്കുന്ന ഇമേജറിയിൽ കുഴപ്പമുണ്ട്, നിങ്ങൾ ഉപയോഗിക്കുന്ന ഭാഷയ്ക്ക് പ്രശ്നമുണ്ട്, പ്ലോട്ടിന് ഇദ്ദേഹം കൊണ്ടുവന്നിരിക്കുന്ന റിതം ഓഫ് സ്പീഡ് അത് ഒരു ലിറ്റററി ഫിക്ഷന് പറ്റുന്നില്ല. അയാൾ പറഞ്ഞില്ലല്ലോ ഇത് ലിറ്റററി ഫിക്ഷനാന്ന്. ഇനി അവാർഡ് കിട്ടുമ്പോൾ അത് ലിറ്റററി ഫിക്ഷനെ കൊടുക്കാവൂ എന്നൊരു കണ്ടീഷൻ ആ അക്കാഡമിയുടെ ലിസ്റ്റിങ്ങിലെ ഫീച്ചേഴ്സിൽ ഞാൻ കണ്ടുമില്ല. സോ ആര് പറയുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അടുത്ത കാലത്ത് ഞാൻ കാണുകയുണ്ടായി, മലയാളികൾ എന്തിനാണ് ഇറ്റലിയിലെയും ജർമ്മനിയിലെയും ഒക്കെ കഥകൾ എഴുതുന്നത്, എന്നിട്ട് നമ്മൾ അതേ ആളെ തന്നെ ഉഗാണ്ടയിലെ കുറിച്ച് എഴുതുന്ന നോവലിന് അവതാരിക എഴുതും. അത് നിങ്ങൾക്ക് തോന്നുന്നില്ലേ സ്വയം വലിയ നിരൂപകരാണ്, സാഹിത്യത്തിൻ്റെ ഓണർഷിപ്പ് ഉണ്ട് എന്ന് കരുതുന്ന വ്യക്തികൾ? I am not apologetic about it. You are not. I am categoric about it. Nobody is the custodian of the literary imagination. We are all custodians of literary imagination. അതേ വ്യക്തി നാളെ കിർഗിസ്ഥാനെ കുറിച്ചോ റഷ്യയിലോ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു നോവലിന് അവതാരിക എഴുതുമ്പോൾ, ഡോണ്ട് യു തിങ്ക് ദാറ്റ് there is a kind of literary snobbery and hypocrisy in it? I don't approve of it. എൻ്റെ ഡിസപ്രൂവൽ ഒരു കാര്യമല്ലായിരിക്കാം, but I have the right to disapprove of it. ബാബുവേട്ടനും ഈ ബാബുവേട്ടൻ്റെ പുസ്തകങ്ങൾക്ക് നേരിട്ട വിഷയങ്ങളെക്കുറിച്ചും ഇതേ അഭിപ്രായത്തിൽ തന്നെയല്ലേ ബാബുവേട്ടൻ നിൽക്കുന്നത്? ബാബുവേട്ടൻ്റെ അപ്രിയതയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഇത് തന്നെയല്ലേ ബാബുവേട്ടൻ മനസ്സിലാലോചിക്കുന്നത്? ഈ അപ്രിയത എന്ന് പറയുന്നത്, ഞാനൊരു ബിസിനസ് പ്രൊഫസർ കൂടിയാണ്, അത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ലതാണ്. ഓരോ അപ്രിയതയുടെ വീഡിയോ ഇറങ്ങുമ്പോഴും ഓരോ ഫേസ്ബുക്ക് പോസ്റ്റ് ഇറങ്ങുമ്പോഴും മാതൃഭൂമി എന്നെ അറിയിക്കുന്നത് അടുത്ത 5 എഡിഷൻ പ്രിന്റിന് പോയി എന്നാണ്. സോ ഐ കൺസിഡർ ദിസ് ആസ് എ കൈൻഡ് ഓഫ് പ്രൈസിങ്. ഓക്കെ, കാരണം ഈ എഴുതി വച്ചിരിക്കുന്നതിനകത്ത് ഒരു ജാതകമുണ്ട്, ആ പുസ്തകത്തിനൊരു ജാതകമുണ്ട്, അതിനൊരു വോയിസ് ഉണ്ട്. ഈ വായിക്കുന്ന ആൾക്കാർ പൊട്ടന്മാരൊന്നും അല്ലല്ലോ, എഴുതുന്നവർക്ക് മാത്രമേ ബുദ്ധിയുള്ളൂ. വായിക്കുന്ന ആളുകൾക്ക് അറിയാൻ പറ്റും ഇത് ഇയാളുടേതാണോ അഷ്ടമൂർത്തിയുടേതാണോ. ഈ അഷ്ടമൂർത്തിനെ 53 വർഷമായില്ലേ മലയാളി വായിക്കാൻ തുടങ്ങിയിട്ട്.
അയാൾ ഈ കമ്പിളി കണ്ടത്ത് മരത്തെ കയറി നടന്ന കൊരങ്ങനായ ബാബു എഴുതുന്ന പോലെയാണോ എഴുതുന്നത്? അല്ല, അയാൾക്കൊരു സർട്ടൻ ക്ലാസ് ഒക്കെ ഉണ്ട്. അയാൾ ഗർഭത്തെക്കുറിച്ച് സംസാരിക്കുമോ, വയറ്റാട്ടിയെക്കുറിച്ച് സംസാരിക്കുമോ? ഇല്ലെന്നേ. അത് എൻ്റേത് ഇങ്ങനെയാണ്. വായിക്കുന്ന ആളുകൾ അവരുടേതായ രീതിയിൽ അതിനെ അനലൈസ് ചെയ്തിട്ട് പറയും. അതുകൊണ്ടാണ് 4 ലക്ഷമാകുന്നത്. അതെ. ഇനി ഈ ജനപ്രിയതയെക്കുറിച്ച് പറയണം. ഇനി ഇത്രയും നേരം അപ്രിയതയെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്തോ പോലെ തോന്നുന്നു. നമുക്ക് ജനപ്രിയതയെക്കുറിച്ച് പറയാം. ജനപ്രിയത എന്ന് പറയുന്നത് വലിയ സംഗതിയൊക്കെ തന്നെയാണ്. പക്ഷെ അത് ഒരു ഭാരമായിട്ട് അഖിലിന് തോന്നിയിട്ടുണ്ടോ? അഖിലിനെ സംസാരിച്ചപ്പോൾ അഖിൽ പറഞ്ഞ ഒരു കാര്യം എന്നെ വല്ലാതെ വേദനിപ്പിച്ചു. അതായത് ട്രെയിനിൻ്റെ ബാത്റൂമിൽ അഖിലിൻ്റെ നമ്പർ ഒരാൾ എഴുതിയിട്ടിട്ട് അഖിലിനെ നിരന്തരം ആൾക്കാർ വിളിച്ച് ചീത്ത വിളിക്കുകയാണ്. ഞാൻ ആലോചിക്കുന്നത് ഇപ്പോഴും ട്രെയിനിൽ ഈ കാണുന്ന ചീത്തയല്ല വിളിക്കുന്നത്, സ്ത്രീകളുടെ പേര് ചേർത്തിട്ട് എഴുതി വെക്കുന്നത്. അപ്പൊ രാത്രി വിളിച്ചിട്ട് അതിന്റെ പേരിലാണ്. ചീത്തയല്ല, സ്ത്രീകളുടെ അത് ചീത്ത അല്ലെന്നാണ് പറയുന്നത് ആ എഴുതി വെച്ചിരിക്കുന്നത്. എന്നെ വിളിച്ച് കിട്ടുവാന്നൊക്കെ ചോദിച്ചു. ഞാൻ അതൊക്കെ ചീത്തയാണോ? അശ്ലീലം. അശ്ലീലം. അല്ല, ഞാൻ ചോദിക്കുന്നത് അപ്പം ഈ ജനപ്രിയത ഒരു ഭാരമാണോ? അഖിൽ എങ്ങനെയാണ് അതിനെ കാണുന്നത്? അത് ഇതുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുമോ അറിയില്ല. എനിക്ക് നിരന്തരം ഒരു ദിവസം തൊട്ട് കോളുകൾ വരാൻ തുടങ്ങി. അത് രാത്രിയൊക്കെ ആകുമ്പോൾ വിളിക്കും, എന്നെ പണ്ണുങ്ക. തമിഴിലൊക്കെ, തമിഴ്, ഹിന്ദി, തമിഴ്, ഇത് ഏതൊക്കെ ഭാഷ എനിക്ക് പറയുന്നത് അറിയില്ല. ഒരു ദിവസം ഞാൻ എന്നെ ഒരു തമിഴ് വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, അണ്ണാ എന്നെ തെമ്പി മാതിരി നനച്ച് സൊല്ലുങ്ക, ഇത് എവിടെ നിന്നാണ് നിങ്ങൾക്ക് നമ്പർ കിട്ടിയേ? അത് ട്രെയിനോടെ ബാത്റൂമിൽ. ഞാൻ പറയാം, എന്താ ട്രെയിനാണ്? അതൊന്നും പുരിയാത്, ലോക്കൽ ട്രെയിനോടെ ബാത്റൂമിലെന്ന് പറഞ്ഞു. അതായത് ജനറൽ കമ്പാർട്ട്മെൻറ്റിൻ്റെ. ഞാൻ ഏത് ട്രെയിൻ അന്വേഷിക്കും? ഞാനിപ്പോഴും ട്രെയിനിൻ്റെ അകത്ത് കയറുമ്പോൾ ചുമ്മാ ബാത്റൂമിൽ കയറി നോക്കും എൻ്റെ നമ്പർ എവിടെയെങ്കിലും ഉണ്ടോ. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തി. ഞാൻ എൻ്റെ വാട്സപ്പിൽ നോട്ട് അവൈലബിൾ എന്ന്, നിങ്ങൾക്ക് എൻ്റെ പേഴ്സണൽ നമ്പർ ഉണ്ടെങ്കിൽ അറിയാം, നോട്ട് അവൈലബിൾ എന്നാണ് DP. നോട്ട് അവൈലബിൾ എന്തായിരിക്കും ഒന്ന് ഉദ്ദേശിക്കുന്നത്? ഞാൻ അവൈലബിൾ അല്ല, കിട്ടില്ല. ഇതല്ലാതെ എന്തൊക്കെ വൃത്തിയായിട്ട ഫോട്ടോ എനിക്ക് വരുന്നതെന്നറിയാം. രാത്രിയൊക്കെ ആകുമ്പം കിടന്നുറങ്ങാൻ നേരം ആകുമ്പോൾ പല ദർശനങ്ങളാണ്, പല രീതിയിലുള്ളത്. അതിൽ സർപ്രൈസിങ് എന്നെ സ്ത്രീകളും വിളിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇത് എന്ത് പേരാണ് എഴുതിയിട്ടിരിക്കുന്നതെന്ന് അറിയത്തില്ല. പിന്നെ ഞാനിപ്പോഴും സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഏത് ട്രെയിനാണ്. അതിപ്പോൾ വന്ദേ ഭാരതി ഇങ്ങോട്ട് വന്നപ്പോൾ അതിൽ വരെ ഞാൻ കയറി നോക്കി. ഇതുപോലെ തന്നെ വേറൊരു ഐറ്റം ഉണ്ട്. ഒരു ദിവസം വീട്ടിൽ ഞാൻ വീട്ടിലില്ല. അപ്പോൾ അച്ഛൻ കൊറിയർ എന്തോ ഒരെണ്ണം വന്നു എന്ന് പറഞ്ഞു വിളിച്ചിട്ട്. അപ്പോൾ വിളിച്ചിട്ട് പറഞ്ഞാൽ, നിനക്കൊരു കൊറിയർ വന്നു, ക്യാഷ് ഓൺ ഡെലിവറി 2000 സംതിങ് രൂപ. ഞാൻ പറഞ്ഞു, വെച്ചാൽ ഞാൻ ഒന്നുമില്ല. അപ്പോൾ അയാളോട് ചോദിക്കുമോ, എന്താണിത്? ഇതൊരു മരുന്നാണ്. എന്ത് മരുന്ന്? അപ്പം അയാൾ പറയാണ്, അതായത് ഇതിൻ്റെ അകത്ത് ബോക്സിൻ്റെ പുറത്ത് ഒരു പരസ്യം എഴുതി വെച്ചിട്ടുണ്ട്, ഈ കുട്ടികളുണ്ടാകാതിരിക്കുന്നതിന് എന്താ പറയുക, സംതിങ് അതിനുള്ള മരുന്ന്, വന്ധ്യതയ്ക്കുള്ള മരുന്നാന്നും പറഞ്ഞിട്ട്. ഇത് ഞാൻ പറഞ്ഞ, അച്ഛാ അത് മേടിക്കണ്ടെന്ന് പറഞ്ഞ്. പിറ്റേ ആഴ്ച ഉദ്ധാരണ കുറവെന്നും പറഞ്ഞിട്ടുള്ള ഇതേപോലുള്ള ബോക്സ് വന്ന്. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് മിന്ത്രയിൽ നിന്നെങ്ങാണ്ട് അത് ക്യാഷൊക്കെ അടച്ചത് ഒരു പാക്കറ്റ് കോണ്ടം വന്നു. ഇപ്പം ചേട്ടൻ എനിക്ക് പറയണം, നിനക്ക് മാനസിക രോഗമാണെന്ന് തോന്നുന്നു, രാത്രി നീ തന്നെ ഓർഡർ ചെയ്യുന്നതായിരിക്കും ഇതൊക്കെ, അല്ലെങ്കിൽ ഇതെങ്ങനെ ഇതൊക്കെ വരുമെന്ന് പറഞ്ഞു. പറയാൻ പറ്റില്ല. ഈ രാത്രി 12-ന് ശേഷമൊക്കെ എഴുതുമ്പോഴേ ഈ കൂടുമാറിനെ പറ്റിയൊക്കെ എഴുതുന്ന സമയമല്ലേ, ചിലപ്പോൾ നീ തന്നെ ആയിരിക്കും ചിലപ്പോൾ ഓർഡർ ചെയ്യുന്നതെന്നായിരിക്കും പുള്ളി ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് ഞാൻ ഇതിന് കിടന്ന് വാദിച്ചിട്ടിരിക്കുക. ഇത് കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു സെറ്റ് വേറൊരു സാധനം കൂടെ വന്നു, കപ്പ് പാഡഡ് ബ്രാ. ഇത് എനിക്കെന്തിനാണ് ഇതൊക്കെ? ഞാൻ എന്നിട്ട് ഇതൊക്കെ ഇരിക്കുക. അപ്പം ചേട്ടൻ പറഞ്ഞത് സൈബർ സെല്ലിൽ കൊണ്ട് കംപ്ലൈൻറ്റ് കൊടുക്കാൻ പറഞ്ഞു. കംപ്ലൈൻറ്റ് കൊടുത്തു, പക്ഷെ അത് ഒന്നും ആയിട്ടില്ല. അത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ആലോചിക്കുകയാണ്, ഇതൊക്കെ എന്താണിത്? എൻ്റെ ബുക്കിൻ്റെ അകത്ത് അഡ്രസ്സ് ഉണ്ടായിരുന്നു. ഞാൻ DC വിളിച്ചിട്ട് പറഞ്ഞു, ദയവേത് ആ അഡ്രസ്സ് ഒന്ന് ഒഴിവാക്കി താന്ന് പറഞ്ഞു. ഇപ്പം ഫോൺ നമ്പർ വഴി, അഡ്രസ്സ് വഴി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. പിന്നെ ഞാനതൊക്കെ ഞാൻ സത്യത്തിൽ ഇവിടെ പറഞ്ഞു, ഇനിയിപ്പോൾ ഈ ഐഡിയ ആർക്കെങ്കിലും കിട്ടിയിട്ട് ഞാനിത് സോഷ്യൽ മീഡിയ എഴുതാത്ത ഇതുകൊണ്ടാണ്. അതായത് ട്രെയിനിൻ്റെ സാധനം ഞാൻ എഴുതിയതേ ഇല്ല. ആർക്കെങ്കിലും ഇനി നമ്പർ അറിയുന്നവരെന്തെടുക്കും, ഒരു പണി കൊടുത്തേക്കാന്ന് വിചാരിച്ചിട്ട് ഇനി സ്ഥിരമായിരിക്കും. എനിക്ക് ഈ നമ്പർ മാറ്റാൻ പറ്റില്ല, ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയം തൊട്ടുള്ള നമ്പറാണ്. ഇതൊക്കെയാണ് ജനപ്രിയത വേറൊരു ഭാഗം. ഇതിന് സത്യം പറഞ്ഞാൽ ഞാൻ അതുകൊണ്ടാണ് ചോദിച്ചത്. ഇതൊരു ഭാരമായിട്ട് തന്നെയാണ് ഇവർ രണ്ടുപേരും ഈ ജനപ്രിയതയെ കാണുന്നതെന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. നമുക്ക് തോന്നും അതൊരു സൈഡ് ഭയങ്കര പോളിഷാണ്, ആളുകളൊക്കെ നമ്മളെ ഭയങ്കരമായി ആഘോഷിക്കുന്നു എന്നൊക്കെ ഒരു തോന്നലാവും. പക്ഷെ അതല്ല സംഭവിക്കുന്നത്, നേരെ മറിച്ചാണ് സംഭവിക്കുന്നത് എന്നുള്ളത് അഖിലിൻ്റെ ഈ അനുഭവത്തിൽ നിന്ന് നമുക്ക് പറയാം. ബാബുവേട്ടൻ്റെ എത്ര കിലോളം ഉണ്ട് ആ ഭാരം? അങ്ങനെയില്ല, എനിക്കിതുവരെ ഒന്നും അയച്ചു വന്നിട്ടില്ല. ഇപ്പോൾ ബ്രായൊക്കെ വന്നാൽ സൈസ് താല്പര്യമുണ്ട്.
അല്ല പ്രായമൊക്കെ വന്നാൽ സൈസ് ഒത്തു വരുന്നതാണ്. ഈ 2500 ചോദിക്കുക, അല്ലെങ്കിൽ എനിക്ക് പെങ്ങന്മാരുണ്ട്, എനിക്ക് 2 പെൺമക്കളുണ്ട്, ഭാര്യയുണ്ട്, ഇതിന് നല്ല പൈസ ഉള്ളതാണ്, നല്ല അവരുപയോഗിക്കുന്നതൊക്കെ ആണെങ്കിൽ നമുക്ക് കൊടുക്കാം. പിന്നെ ഉദ്ധാരണശേഷിയെ സംബന്ധിച്ചുള്ളതൊക്കെ വന്നാൽ നമുക്ക് ആവശ്യമുള്ളവരൊക്കെ നമ്മുടെ ചുറ്റുംപുറത്തും ഉണ്ടാവും, നമുക്ക് അവർക്ക് കൊടുക്കാം. ഞാൻ പറയുന്നത് പൈസ കൊടുക്കേണ്ട, അധികം മേടിച്ചു വെച്ചു, ആർക്കെങ്കിലും കൊടുക്കാം, അവർ പിന്നെ ആയിക്കട്ടെ വെച്ചിട്ടുണ്ട്. നമ്മൾ ആരെങ്കിലും കാണുവാണെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് വേറെ എനിക്ക് ആ പുണ്യതകളെ പോലെ വിഷമിച്ചിരിക്കുകയാണെങ്കിൽ ഇന്ന ഒരു സമ്മാനമായിട്ടിരിക്കട്ടെ പറഞ്ഞാൽ കൊടുക്കുക. അപ്പം അങ്ങനെ ഒരു ആശ്വാസം നമുക്ക്. എനിക്കുള്ള പ്രശ്നം അതല്ല. ഈ പലരും ചിന്തിക്കുന്നത് ഈ പ്രശസ്തി ലഭിച്ചു കഴിയുമ്പോൾ നമുക്ക് ഈ നോ പറയാനുള്ള അവകാശം നമ്മൾ ആർക്കും വിറ്റിട്ടുണ്ടെന്നാണ്. ഞാൻ മാതൃഭൂമി ബുക്സിൽ സൈൻ ചെയ്യുന്ന ബുക്സിൻ്റെ കോൺട്രാക്റ്റ് മാത്രമാണ്. അടുത്തിടെ ഒരു അനാഥശാലയിലേക്ക് എന്നെ ക്ഷണിക്കുകയുണ്ടായി. എന്നോടൊരു ഇൻ്റർവ്യൂ ആണ് ചോദിച്ചൊരു പ്രവാസത്തിൽ താമസിക്കുന്ന ഒരു എഴുത്തുകാരനാണ് എന്നെ കോണ്ടാക്ട് ചെയ്തത്. അവിടെ മൈക്ക് കുറച്ചുകൂടി ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അതൊരു അനാഥശാലയാണ്. ആ കോമ്പൗണ്ടിൽ തന്നെ ഹല്ലേലൂയ സ്തുതിപ്പോടുകൂടി കർത്താവിനെ ഉറക്കാൻ പോലും അനുവദിക്കാതെ ഉച്ചത്തിൽ സ്തുതിക്കുന്ന കുറേ ആളുകളുടെ ഒരു സെഷൻ അവിടെ നടക്കുന്നുണ്ട്. പിന്നെ ജനലടികളിൽ കൂടി ഡി അഡിക്ഷൻ സെൻ്ററുണ്ട്. ഇങ്ങനെ വളരെ കൺഫ്യൂസ്ഡ് ആയിട്ട് നോക്കുന്ന ആളുകളുണ്ട്. പിന്നെ കൊച്ചുകുട്ടികൾ. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതവിടെ ഒരു കുട്ടികളുടെ മുമ്പിൽ എഴുത്തിൻ്റെ ലോകത്തെ രാജാക്കന്മാർ വന്ന് ഒരു സീൻ അവിടെ ഉണ്ടാക്കുക. ഞാൻ പറഞ്ഞു എൻ്റെ എത്തിക്കൽ പരിപാടിയിൽ പറ്റത്തില്ല. അപ്പോൾ അവരെനിക്കെതിരെ ഒരു പോസ്റ്റ് ഇട്ടു. കമ്പിളി കണ്ടത്തെ കൽഭരണികൾ മാനവിക മൂല്യങ്ങൾ ഉറച്ചു നിൽക്കുന്നതല്ല, അയാൾ അഹങ്കാരത്തിൻ്റെ ഉപ്പുതൂണാണെന്ന്. താങ്ക് യു വെരി മച്ച്, താങ്ക് യു ഫോർ ദ കോംപ്ലിമെൻറ്റ്. അഹങ്കാരം ആയിക്കോട്ടെ, അങ്ങനെയൊന്നും പറഞ്ഞാലൊന്നും നമ്മൾ പോവില്ല. ഈ ഒരു പുസ്തകം എഴുതിയത് കൊണ്ടോ ഒരു പുസ്തകം വിജയിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ ആളുകൾ സ്വീകരിച്ചത് കൊണ്ടോ എനിക്ക് നോ പറയാനുള്ള അവകാശമൊന്നും ഞാൻ ആർക്കും വിറ്റിട്ടില്ല, വിൽക്കുകയുമില്ല. ഈ ആളുകളോട് നോ പറയുമ്പോൾ അവർ പിന്നെ പറയുന്നത് അയാൾ ശരിയല്ലെന്ന്. ഇപ്പോൾ നമ്മളിപ്പം കഴിഞ്ഞ ദിവസം ഒരു 2 മണിക്കൂർ നിന്നാണ് പുസ്തകം ഒപ്പിട്ടത്. അപ്പോൾ ഞാൻ 2 മണിക്കൂറായപ്പോഴേക്കും ഞാൻ മടുത്തു. 1 മണി തൊട്ട് 3:21 വരെ ഞാൻ അവിടെ ഇരുന്നു, ഒപ്പിടുമായിരുന്നു ഒരു സെഷൻ കഴിഞ്ഞ്. അപ്പോൾ 3:21 ആയപ്പോൾ ഏറ്റപ്പോൾ ഞാൻ പറഞ്ഞു ഇനി ഞാൻ പോയി ഇച്ചിരി കഞ്ഞി കുടിച്ചു വന്നിട്ട് ഒപ്പിടാമെന്ന്. അപ്പോൾ ഞാൻ പോകുമ്പോൾ പറയാം, അല്ലേലും 9 മാസം കൊണ്ട് 75 എഡിഷനൊക്കെ വന്നാൽ ഇങ്ങനെയാന്ന്. ഞാൻ തിരിച്ചു വന്നേച്ച് പറഞ്ഞു അങ്ങനെയല്ല, എനിക്ക് വിശന്നിട്ടാ, അത് എഡിഷൻ വന്നാലും ഇല്ലേലും എനിക്ക് വിശപ്പുണ്ട്. അപ്പോൾ ആ ഒരു അവസ്ഥയോടെ കാണണം. കാരണം ഇവരെല്ലാം സാധാ മനുഷ്യരല്ലേ. ഈ 4 ലക്ഷമൊക്കെ എത്തിക്കഴിഞ്ഞാൽ എനിക്ക് ഇച്ചിരി കൂളാകാൻ പറ്റുമായിരിക്കും. ഇപ്പം ഞാൻ 4 ലക്ഷം ആകുമ്പോൾ എനിക്ക് ഈ കൊച്ചിനോടൊക്കെ, എൻ്റെ മോൻ്റെയൊക്കെ പ്രായമല്ലേ ഈ കൊച്ചിനുള്ളൂ, 10-25 വയസ്സായോ? എനിക്ക് 30s ആയി. അപ്പോൾ വയസ്സ് റീച്ചാണ്. അപ്പോൾ ഈ എൻ്റെ മൂത്ത മകൻ 20 വയസ്സാകുക. അപ്പോൾ ഈ പിള്ളേരൊക്കെ 3 ലക്ഷം 4 ലക്ഷമൊക്കെ വായിക്കുമ്പോൾ പുസ്തകം വിൽക്കുമ്പോൾ എനിക്ക് ശരിക്കും കുശുമ്പാ. എനിക്ക് 75,000 ആയുള്ളൂ. അവൻ്റെ പുസ്തകം 3-4 വർഷം ആയെങ്കിലും ശരിക്കും കുശുമ്പാണ്. ഈ വെറുതെ അത് കൊള്ളിയല്ല, അത് സാഹിത്യമല്ല എന്നൊക്കെ പറയുന്നതിൽ എനിക്കിഷ്ടം ശരിക്കും ഈ കൊച്ചിനോടൊക്കെ എനിക്ക് കുശുമ്പാ. ഞാൻ ഈ 50 വയസ്സായിട്ട് എഴുതിയിട്ട് എനിക്ക് ഇവൻ 4 പുസ്തകം എഴുതി ഓൾറെഡി അല്ലേ, പിന്നെ തിരക്കഥകൾ വേറെ. ഞാൻ ഇത്രയും നാളും എന്നെ എടുത്തോണ്ടിരുന്നു. ഇപ്പോൾ കുശുമ്പിന് കാരണങ്ങളില്ലേ, അതങ്ങോട്ട് നേരെ പറഞ്ഞാൽ മതി, എൻ്റെ മോനെ എനിക്ക് നിന്നോട് കുശുമ്പാണ്, അല്ലാതെ നിൻ്റെ ഇത് കൊള്ളത്തില്ല. അല്ലേ തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് ഓർത്ത് എങ്ങനെയാണ് കൊള്ളാതാകുന്നത്? ദെയർ ഇറ്റ് ഈസ്. ഈ പ്രശസ്തി അല്ലെങ്കിൽ സ്വീകാര്യത നമ്മളിലേക്ക് നമ്മൾ കാണേണ്ടതും അങ്ങനെയാണ്. അവർ സദാ മനുഷ്യരാണ്, അവർക്ക് അവരുടേതായ പ്രശ്നമുണ്ട്. നോ പറയാനുള്ള അവകാശം അവർക്ക് എപ്പോഴും വിട്ടുകൊടുത്തുകൊണ്ടാണ് ഏത് വ്യക്തിയെയും നമ്മൾ സ്വീകരിക്കുന്നത്. അത് പുസ്തകങ്ങളോ സിനിമകളോ മാത്രമല്ല, ഈ സ്റ്റാറുകളെയും മാത്രമല്ല, നമ്മളുടെ കുടുംബജീവിതത്തിൽ പോലും നമ്മുടെ മക്കൾക്ക് പോലും അവർക്ക് നമ്മളോട് നോ പറയാനുള്ള അവകാശമുണ്ട്. അവർ നമ്മുടെ പ്രോപ്പർട്ടീസ് ഒന്നും അല്ലെന്നേ. അതാണ് ഈ മെയിനായിട്ട് ഈ സ്വീകാര്യതയുമായിട്ട് നമ്മൾ കാണേണ്ട ഒരു കാര്യം. താങ്ക് യു. അഖിലിനോട് രാത്രി 12-ന് ശേഷം എന്ന് പറഞ്ഞ പുസ്തകം ഞാനത് 3 ദിവസം കൊണ്ടാണ് വായിച്ച് തീർത്തത്. അതിൽ ഈ ആസ്ട്രൽ പ്രൊജക്ഷനെ കുറിച്ചിട്ട് ഒരു പോർഷനുണ്ട്. അതായത് നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന ഒരു മിത്ത് പോലെ നമ്മൾ കേട്ടിട്ടുള്ള ഒരു കഥയാണ് ഈ കൂട് വിട്ട് കൂടുമാറുക. ഒരാളുടെ ശരീരത്തിൽ നിന്ന് ആത്മാവ് പുറത്തേക്ക് പോയിട്ട് മറ്റൊരാളുടെ ശരീരത്തിൽ ചേക്കേറുക. അതുമൊക്കെയായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കഥയാണത്. അത് വളരെ ത്രില്ലിംഗ് ആയിട്ട് അഖില കഥ പറഞ്ഞു പോയിട്ടുണ്ട് ആ പുസ്തകത്തിൽ. എനിക്ക് ചോദിക്കാനുള്ളത്, ആസ്ട്രൽ പ്രൊജക്ഷൻ എന്ന് പറയുന്ന സംഗതിയെക്കുറിച്ച് അഖിൽ എഴുതുമ്പോൾ അഖിൽ അത് വിശ്വസിക്കുന്നുണ്ട്? പ്രത്യേകിച്ച് അതിൻ്റെ ഒരു ചരിത്രവും ഒക്കെ അന്വേഷിക്കുന്നുണ്ട് ആ പുസ്തകത്തിൽ, അങ്ങനെ സംഭവത്തെക്കുറിച്ചിട്ട്. അഖിലിന് അതിനെക്കുറിച്ചിട്ടുള്ള അഖിലിൻ്റെ വിശ്വാസം എത്രത്തോളമാണ്?
എനിക്കത് വിശ്വാസം എന്ന് പറയട്ടില്ല. ഞാനിപ്പോൾ ഓജോ ബോർഡ് എഴുതിയപ്പോഴും എൻ്റെ ആൾക്കാർ ചോദിച്ചു ഓജോ ബോർഡ് ചെയ്തിട്ടാണോ ശരിയാണോ? ശരിയാണോ എന്ന് ചോദിച്ചു. ഞാൻ അതിനൊരിക്കലും സപ്പോർട്ട് ചെയ്യുന്നതല്ല, നമ്മളതൊരു ത്രെഡാക്കി എടുത്തു. പിന്നെ ആസ്ട്രൽ പ്രൊജക്ഷൻ എന്ന് പറയുമ്പോൾ എനിക്കിപ്പം സപ്പോസ് എനിക്ക് ഇത് ഈ മാഡം ഭയങ്കര സുന്ദരിയാണ്, അപ്പോൾ എനിക്ക് പുള്ളിക്കാരിയുടെ ശരീരം എനിക്ക് ഏത് മാഡം വരുന്നത്? ശരി ശരി. ഓക്കെ, അപ്പോൾ എനിക്ക് തോന്നുകയാണ് എനിക്ക് ആ ശരീരം സ്വന്തമായിരുന്നു എനിക്ക് അടിച്ചു പൊളിച്ച് നടക്കാം, ഇങ്ങനെയൊക്കെ നടക്കാം, പക്ഷേ എനിക്ക് പറ്റത്തില്ല. അപ്പം എനിക്കൊരു സാധനം കിട്ടുകയാണ് ആസ്ട്രൽ പ്രൊജക്ഷൻ എന്ന് പറഞ്ഞൊരു എന്തോ ഒരു സംഭവം. അപ്പോൾ ഞാൻ ഒരു ദിവസം പുള്ളിക്കാരിയുടെ ചെന്ന് തട്ടുക മുട്ടുക എന്തെങ്കിലും ചെയ്യുന്നു, പിന്നെ ഭയങ്കര പരിചയമാവുന്നു. പുള്ളിക്കാരിനെ ഞാൻ കോഫിയൊക്കെ മേടിച്ച് തരാം, എൻ്റെ വീട്ടിൽ നല്ല കോഫി ഉണ്ടെന്ന് പറഞ്ഞ് വീട്ടിൽ വിളിച്ചുകൊണ്ട് പോകുന്നു, ആസ്ട്രൽ പ്രൊജക്ഷൻ ചെയ്യുന്നു, പിന്നീട് ഞാനാണ് ആള്. അങ്ങനെ മാറാൻ കഴിയും. അങ്ങനെ ഒരു ടൈപ്പ് ഓഫ് സാധനം. എന്നിട്ട് ഞാൻ എന്നെ കെട്ടിയിടും, എൻ്റെ ഉള്ളിൽ പുള്ളിക്കാരിയാണ്. അപ്പം എനിക്ക് എൻ്റെ ആഗ്രഹങ്ങൾ എവിടെയെങ്കിലും പോകണോ, ഇപ്പോൾ പുള്ളിക്കാരി എന്തെങ്കിലും ബാങ്കിലാണ് വർക്ക് ചെയ്യുന്നതെന്ന് വിചാരിക്കുക, ഞാൻ പോയിട്ട് കുറച്ച് പൈസ ഒക്കെ എടുത്തിട്ട് പൈസയൊക്കെ എടുത്ത് ലാവിഷായി അടിച്ച് പൊളിച്ച് എനിക്ക് ചെയ്യാവുന്നതൊക്കെ. പണ്ട് നമുക്കൊക്കെ ഒരു മെമ്മറി കാർഡ് ഇടാവുന്ന ഒരു മൊബൈലുണ്ട്. അപ്പം നമ്മൾ ഈ ഫോട്ടോയും സാധനങ്ങളും ഒക്കെ എടുത്ത് നമ്മൾ സ്റ്റോറായി കഴിയുമ്പോൾ നമ്മൾ പുതിയ ഫോൺ വാങ്ങുമ്പോൾ ഈ മെമ്മറി കാർഡ് മാറ്റി ഇങ്ങോട്ട് ഇട്ടാൽ മതി, ഈ സാധനങ്ങളൊന്നും പോയില്ല, എല്ലാം അതിൻ്റെ അകത്തുണ്ട്. ഈ സെയിം സാധനം മനുഷ്യനിൽ സംഭവിച്ചാൽ എങ്ങനെ ഉണ്ടാവും? കുറേ ത്രെഡുകൾ വന്നിട്ടുണ്ട്, എങ്കിൽ പോലും എനിക്ക് വിചാരിച്ചത് ഈ ആസ്ട്രൽ പ്രൊജക്ഷൻ വഴിയിട്ട് നമുക്ക് ഇങ്ങനെ ഒരാളുടെ ബോഡി സ്വിച്ചിങ് ചെയ്യാൻ പറ്റിയ എങ്ങനെ ഉണ്ടാവും. ഈവൻ ഇവിടെ നന്ദൻകോട് പോലും അതിൻ്റെ ഒരു ഇതില്ലേ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പിന്നെ എനിക്ക് ബുരാരി കേസ്, അതിൽ ഫാമിലിയിലുണ്ടായിരുന്ന എല്ലാവരും ഒരു ദിവസം സൂയിസൈഡ് ചെയ്യുകയാണ്. പിന്നെ അവർ വന്നിട്ട് പോലീസ് വന്ന് നോക്കുമ്പോൾ കുറേ PVC പൈപ്പുകളൊക്കെ ഇട്ടിട്ട് ആത്മാവിന് പോകാൻ അങ്ങനെ എന്തോ ഒരു പൂജ എന്തോ സംതിങ് ചെയ്തിട്ടുണ്ട് അവിടെ. അതിൻ്റെ അകത്ത് ഡോക്ടറുണ്ട്, ചെറിയ കുട്ടിയുണ്ട്, പ്രായം 70 വയസ്സായ അമ്മയുണ്ട്. അപ്പോൾ ഇവരെല്ലാവരും കൂടെ ഈ ഒരു മെൻ്റൽ സ്റ്റേറ്റിൽ എങ്ങനെ എത്തി എന്നുള്ളൊരു കാര്യം ഇതൊരു ശരിക്കും പറഞ്ഞൊരു സൈക്കോളജിക്കൽ പ്രോബ്ലം ആണെന്ന് തോന്നുന്നുണ്ടോ? സൈക്കോളജിക്കൽ പ്രോബ്ലം ആണ്. പിന്നെ രണ്ടാമതൊരു ക്വസ്റ്റ്യൻ മാർക്ക് എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരാൾ ഒരു സാധനം കാണിച്ചു തരാണ്, എടാ ഞാൻ ഈ പേപ്പർ ഇവിടുന്ന് തൊടാതെ അനക്കി കാണിച്ചു തരാം എന്ന് പറയുന്നു. നമ്മുടെ ജീവൻ എന്ന് പറയുന്നതാണ് ഏറ്റവും വലുത്. നമുക്കിപ്പോൾ എന്ത് കാര്യം, എന്ത് ലക്ഷറി സാധനം ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവൻ, ശരീരം, ഇതാണ് ഏറ്റവും വലുത്, ആരോഗ്യം. നമ്മൾ ഒരു തെളിവും കാണാതെ നമ്മുടെ ശരീരം നമ്മൾ ഇല്ലാതാക്കുമോ? അതും ഒത്തിരി ആൾക്കാർ ഇങ്ങനെയുള്ള ഒരു ഇത് ആരെങ്കിലും ഒരാളെങ്കിലും ഓപ്പോസ് ചെയ്യണ്ടേ. ഇത് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല എന്ന് തോന്നിയപ്പോൾ എനിക്ക് ഇതിൻ്റെ അകത്തൊരു ത്രെഡ് ഉണ്ട് എന്ന് തോന്നിയിട്ട് ഇതായി. പിന്നെ ഈ ബാനാസുര ഡാമിൻ്റെ ഒരു ഹിസ്റ്ററി പറയുന്നുണ്ട്. അതിൻ്റെ അടിയിൽ സ്വർണ്ണം ഉണ്ടെന്ന് പറഞ്ഞിട്ട്, സ്വർണ്ണം പണ്ട് സീരിയസ് ആയിട്ട് ഇവിടെ മൈനിങ് ഉണ്ടായിരുന്നു വയനാട്ടിൽ പല സ്ഥലങ്ങളിലും. അതിൻ്റെ അവശേഷിപ്പുകൾ ഇപ്പോഴും ഉണ്ട്, ഗുഹകൾ, തുരങ്കങ്ങളൊക്കെ. അപ്പോൾ അതിനെപ്പറ്റി ഞാൻ ഒരുപാട് സ്റ്റഡി ചെയ്തു. ഈ സാധനം ആസ്ട്രൽ പ്രൊജക്ഷനുമായിട്ട് ചേർന്ന് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു ത്രെഡ് ഡെവലപ്പ് ചെയ്തതാണ് രാത്രി 10 ശേഷം. പക്ഷേ അതിൻ്റെ ക്ലൈമാക്സിൽ പലർക്കും പലതും മനസ്സിലായില്ല ഒരു ഇത് പറയുന്നുണ്ട്. പിന്നെ ഞാനിപ്പോൾ ഒരു പുതിയൊരു ഗ്രാഫ് കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് മനസ്സിലാക്കാനായിട്ട്, അപ്പോൾ കുറച്ചുകൂടി കണക്റ്റഡ് ആവാനായിട്ട്. പിന്നെ എല്ലാവർക്കും ഇത് ഈ ഒരു സാധനം ഇഷ്ടപ്പെടണമെന്നില്ല. റാം കെയർ ഓഫ് ആനന്ദി വായിച്ചിട്ട്, ഇപ്പം ജനപ്രിയ നേരത്തെ പറഞ്ഞല്ലോ, റാം കെയർ ഓഫ് ആനന്ദി വായിച്ചിട്ട് അടുത്ത ഇവൻ്റെ ബുക്ക് ഇതുപോലെ ആയിരിക്കും എന്ന് വിചാരിച്ചിട്ട് പലരും വാങ്ങും. അപ്പം നമ്മൾ ഈ പറഞ്ഞ ജോണർ ഷിഫ്റ്റിംഗ് നടത്തുമ്പോൾ ചിലപ്പോൾ അവർക്ക് അത് ഇഷ്ടപ്പെടത്തില്ല. പക്ഷേ ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നത് നമ്മളൊരു സേഫ് സോണിൽ നിൽക്കാതെ ഒരു റൈറ്റർ എപ്പോഴും പുതിയ പുതിയ ജോണേഴ്സ് ട്രൈ ചെയ്യണം, എങ്കിലേ എഴുത്തുകാരൻ പുതുക്കപ്പെടത്തുള്ളൂ. ഇല്ലെങ്കിൽ അവൻ ഇപ്പോൾ ഞാൻ ത്രില്ലർ മാത്രം എഴുതിക്കൊണ്ടിരിക്കുന്നു, ഞാൻ ലവ് സ്റ്റോറീസ് മാത്രം എഴുതിക്കൊണ്ടിരിക്കുന്നു, എനിക്ക് പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ ആൾക്കാർ കുറച്ച് കഴിയുമ്പോൾ അത് മടുക്കും, എനിക്കും മടുക്കും എഴുത്തുകാരൻ എന്നുള്ള രീതിയിൽ. അപ്പോൾ അത് പുതുക്കപ്പെട്ടുകൊണ്ടിരിക്കണം എന്നുള്ളൊരു അഭിപ്രായമാണ് എൻ്റെത്. വെരി ഗുഡ്. വെൽ, ബാബുട്ടൻ ഇപ്പോൾ അഖിലിൻ്റെ പുസ്തകം റാം കെയർ ഓഫ് ആനന്ദി 3 പേജ് വായിച്ചിട്ട് മാറ്റിവെച്ചു എന്ന് പറഞ്ഞില്ലേ? 6 പേജ് വായിച്ചിട്ട് മാറ്റിവെച്ചു. എന്തായിരിക്കും മാറ്റിവെക്കാൻ പ്രേരിപ്പിച്ച ആ പ്രശ്നം എന്ന് പറയാൻ പറ്റുമോ? എൻ്റെ അമ്മയെ മരിക്കുമ്പോൾ 53 വയസ്സാവുള്ളൂ. എൻ്റെ അമ്മേനെ ഞാൻ ചുരിദാറിട്ടൊന്നും കണ്ടിട്ടില്ല. അടുക്കിട്ട് മുണ്ടെടുക്കും, അര ബ്ലൗസ് ഇടും, ഒരു തോർത്തിടും, അതാണ് അവരുടെ വേഷം. പള്ളിയിൽ പോകുമ്പം ഒരു സാരി ഉടുക്കും. അമ്മേനെ സാരി ഉടുപ്പിക്കണമെന്ന് എന്തിനാ എത്ര നിർബന്ധിക്കുന്നത്? അമ്മയ്ക്ക് ഇഷ്ടമുള്ള വേഷം അമ്മ ഇടട്ടെ. പിന്നെ എനിക്ക് ശരിക്കും ഭക്ഷണം എന്ന വാക്കുകൊണ്ട് ഞാൻ അർത്ഥമാക്കുന്നത്, ഞാൻ ഇതിനു മുമ്പ് കഴിഞ്ഞ ദിവസത്തെ സെഷനിൽ പറഞ്ഞു, ഇച്ചിരി മീൻകറിയും ഇച്ചിരി ചോറിനെയാണ് ഞാൻ ഭക്ഷണം എന്ന് വിളിക്കുന്നത്. എൻ്റെ മൂത്ത മകന് ഈ അൽഫാമിനെയാണ് അവൻ ഭക്ഷണം എന്ന് വിളിക്കുന്നത്. എൻ്റെ ഭാര്യയ്ക്ക് ഈ കുഴിമന്തിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഈ പിള്ളേർക്ക് ചിലർക്ക് സദ്യയാണ്. നമ്പൂരിനെ വീട്ടിൽ സദ്യക്ക് വിളിച്ചിട്ട് ബീഫ് ഫ്രൈ ഉണ്ടാക്കി കൊടുക്കാൻ നോക്കരുത്. കഴിച്ചില്ലെങ്കിൽ അത് അയാളുടെ കുറ്റമല്ല, നമ്മളുണ്ടാക്കിയ സാധനത്തിൻ്റെയും കുഴപ്പമുണ്ട്.
ഇയാളൊരു പുസ്തകം എഴുതി, അത് എൻ്റെ ടേസ്റ്റിലുള്ളതല്ലായിരിക്കാം, പക്ഷെ അത് സുന്ദരമായി എൻ്റെ ഭാര്യ അടക്കം ഒത്തിരി പേര് കാണുന്നില്ലേ. അന്നേരം അതിനെ ഞാൻ മീൻകറി മാത്രം ഭക്ഷണം എന്ന് പറഞ്ഞു, അൽഫാമും ഭക്ഷണമാന്നേ. കോഴിക്കോട്ട് അവർ ബിരിയാണി ഭക്ഷണമെന്നാണ് പറയുന്നത്. എനിക്കതിനെ ഭക്ഷണമായിട്ട് തോന്നാറില്ല. ഇറ്റലി ചെന്നാൽ പിസ്സ അതൊരു ഭയങ്കര ഡിഷാണ്, അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട. എനിക്കതിനെ ഈ 4 മണിക്കൊക്കെ ഒരു കാപ്പിയുടെ കൊടുത്ത് കഴിക്കാനുള്ളൊരു സാധനമായിട്ട് തോന്നാറുള്ളൂ. എൻ്റെ പിള്ളേരൊക്കെ അത് ഭയങ്കര ഭക്ഷണമായിട്ടാണ് കാണുന്നത്. സോ ഇത് എവിടെയാണ് പ്രശ്നം? നമ്മുടെ നോട്ടത്തിലല്ലേ. ഇത് ഓരോന്നിനും ഒരു സമയമുണ്ട്, ഒരു കാലമുണ്ട്. കുട്ടികളത് സ്വീകരിക്കുന്നു. എൻ്റെ ഭാര്യ കുട്ടിയൊന്നുമല്ല, 83 ജനിച്ച ആളാണ്. അവർക്കത് ഇഷ്ടമാണ്. 80കളിലെ ആളുകൾക്ക് ഇദ്ദേഹം എഴുതുന്ന ഇഷ്ടമാണ്. എൻ്റെ ഇഷ്ടമെന്ന് പറയുന്നത് ഡിറ്റർമൈൻ ചെയ്യുന്നത് മാൻ ഈസ് എ സോഷ്യോ കൾച്ചറൽ കൺസ്ട്രക്ഷൻ. നമ്മൾ ഈ അൽഫാം കൊടുക്കാനും വിളമ്പാനുമുള്ള അവസരം കൊടുക്കുക ആൾക്കാർക്ക്. അയാൾ ആദ്യം അൽഫാം വിളമ്പി, പിന്നെ അയാൾ ഈ കഴിഞ്ഞ വർഷം 12 മണിയായപ്പോഴേക്കും കുഴിമന്തി വിളമ്പി, ഞാനിപ്പുറത്ത് ചോറും മീൻകറിയും തോരനും മെഴുക്കുവരട്ടിയോട് കൂടെ കമ്പിളികണ്ടത്തെ കൽപ്പരണി വിളമ്പി. അത് തലമുറകൾക്ക് വ്യത്യാസമില്ലാതെയും ഇഷ്ടപ്പെടുന്നവരുണ്ട്. ആളുകൾ അവരുടെ ജീവിതം കാണുന്നുണ്ട്. അപ്പം എൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞു, ഞാൻ അയാൾക്കൊരു മെസ്സേജ് വിട്ടു, അയാൾ മറുപടി തന്നിട്ടില്ല. അയാളോട് ഇന്ന് രാവിലെ പറഞ്ഞു, അവിടെ നേരം വിളിക്കുന്നതിന് മുൻപ് അയാളോട് പറയണം പാട്ടിയെ കാണാൻ ഇപ്പോഴും പോകുന്നുണ്ട്. കാരണം റാമായിട്ട് അവൾ കാണുന്നത് ഇയാളെ കാണാനെന്ന് തോന്നുന്നു. അപ്പോൾ പാട്ടിയെ കാണാൻ എല്ലാ വർഷവും അതിനകത്ത് എഴുതിയിട്ടുണ്ടെന്ന് തോന്നുന്നല്ലേ. പാട്ടിയെ കാണാൻ എല്ലാ വർഷവും പോകുന്നുണ്ടോയെന്ന് അഖിലിനോട് ചോദിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അവർക്കിഷ്ടമാണല്ലോ, അവരിത് വായിച്ചിട്ട് 3 മാസത്തിൽ കൂടുതലായി. അത് അവരുടെ മനസ്സിൽ നിലനിൽക്കുന്നുണ്ടെങ്കിൽ എന്താണ് എഴുത്തിലൂടെ ഉദ്ദേശിക്കുന്നത്? നമുക്കൊക്കെ ഇഷ്ടം പോലെ തിരക്കുള്ള ജീവിതമാണ്. എന്താണൊരു പുസ്തകം? ഈ ഭക്ഷണം കഴിച്ചില്ലേ നമുക്ക് ചത്തുപോകും, നമുക്ക് വയ്യായിക വരും, നമുക്ക് എനർജി ഇല്ല. ഈ വായിക്കണം എന്നൊന്നും പറയുന്നത് ഒരു ബേസിക് നെസസിറ്റി ഒന്നുമല്ല. വായിച്ചില്ലെന്ന് ഓർത്ത് നമ്മൾ ചത്തുപോകുന്നുമില്ല, അല്ലേ? ശരിയല്ലേ? അപ്പോൾ ഈ വായിക്കുക എന്ന് പറയുന്നത് ഒരു ലെഷറാണ്. ഇറ്റ് ഈസ് എൻ എക്സ്ട്രാ പോസിബിലിറ്റി ഫോർ അസ് എന്ന് കരുതി അതൊന്നും അല്ല എന്നൊന്നും അല്ല അതിൻ്റെ അർത്ഥം. നാളെ പറഞ്ഞേക്കരുത് കമ്പിളികണ്ടം എഴുതിയ ആൾ വായന ആവശ്യമില്ലാത്തതാണെന്ന് പറഞ്ഞു അല്ല. എന്നാൽ നമ്മളുടെ ഈ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ ഒരു 3-3.5 മണിക്കൂർ മാറി നിൽക്കുമ്പം നമ്മുടെ പ്രശ്നമൊക്കെ എന്താണ് നമ്മളെ അലട്ടുന്ന പ്രശ്നം, ആ പ്രശ്നമൊക്കെ അവിടെ കാണും. പക്ഷേ ഈ റാം കെയർ ഓഫ് ആനന്ദി വായിച്ചിട്ട് നമ്മൾ തിരിച്ചു വരുമ്പോൾ നമ്മളുടെ പ്രശ്നങ്ങളെ നോക്കുന്ന രീതിക്ക് ഒരു വ്യത്യാസം ഉണ്ടാകും. അത് റാം കെയർ ഓഫ് ആനന്ദി വായിച്ചിട്ടാണോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ബിക്കോസ് ഹ്യൂമൻ മൈൻഡ് ഈസ് മച്ച് മോർ കോംപ്ലെക്സ് ദാൻ ദാറ്റ്. അപ്പോൾ നമ്മൾ ആ കടന്നു പോയ ആ 3.5 മണിക്കൂർ നമ്മളിലുണ്ടാക്കുന്ന ഒരു ട്രാൻസ്ഫോർമേഷനുണ്ട്. അതിനാണ് വായന ഉപകരിക്കുന്നത്. അത് കമ്പിളികണ്ടമാകാം, രാത്രി 12 മണിക്ക് ശേഷമാകാം. ഞാൻ ഉദ്ദേശിച്ച പോലെ വന്നില്ലാത്തത് കൊണ്ട് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു കാറ്റഗറി, ഒരു ജോണറിലുള്ള എഴുത്ത് കഴിഞ്ഞിട്ട് പിന്നീട് മറ്റൊരു തരത്തിലുള്ളത് മിസ്റ്ററി ഫിക്ഷനാണ് എഴുതിയിരിക്കുന്നത് അടുത്തത്. അപ്പോൾ ആ മിസ്റ്ററി ഫിക്ഷനിലേക്ക് വരുമ്പോഴേക്കും നമുക്കുണ്ടായിരുന്ന ഈ 4 ലക്ഷം വായനക്കാർ അവർ കൊമേഴ്ഷ്യൽ ഫിക്ഷനാണ് വായിച്ചത്. ആ ജോണറിലുള്ളത് വായിച്ചിട്ട് മിസ്റ്ററി ഫിക്ഷനിലേക്ക് വരുമ്പോൾ അത് അവരുടെ ടേസ്റ്റ് അല്ല. സോ അവർക്ക് പറയാം അത് ഒത്തില്ല എന്ന്. അങ്ങനെ ഒത്തില്ല എന്ന് പറയുന്നത് ബിക്കോസ് അവർ ബീഫ് ഫ്രൈ ആണ് അവർക്ക് ശീലം. ഇത് സദ്യയായിരുന്നു, അടപ്രഥമൻ അവർക്ക് ഇഷ്ടമില്ല. പക്ഷെ അത് പറയുമ്പോഴും കമ്പിളികണ്ടത്തെ കൽഭരണികൾ പുതുതലമുറയിൽപ്പെട്ട കുട്ടികൾ വായിക്കുകയും അവർ വാങ്ങുകയും ചെയ്യുന്നുണ്ട്. അത് അവർ പറയുന്നത് കമ്പിളികണ്ടത്തെ കൽഭരണികൾ എന്ന പുസ്തകം കൊണ്ട് ഞങ്ങൾക്ക് ജീവിതത്തിൽ ഒരു പ്രതീക്ഷയും മുന്നോട്ട് പോകാനുള്ള ഒരു ശക്തിയും അതിൽ നിന്ന് കിട്ടുന്നു എന്ന് 2 പേര് പോസ്റ്റുകളിൽ ഇടുന്നത് വായിച്ചിട്ടുണ്ട് ഞാൻ. അപ്പോൾ അതെങ്ങനെയാണ് ശരിയാവുക? ഈ അൽഫാമും കഞ്ഞിയും കപ്പയും തമ്മിലുള്ള അതാണ് ഈ നമ്മൾ കാണേണ്ടത്. ഇത് രണ്ടും ഒരേ ലോജിക്കിലാണ് വർക്ക് ചെയ്യുന്നത്. ഈ കമ്പിളികണ്ടം വർക്ക് ചെയ്തിരിക്കുന്നതും ഈ റാം കെയർ ഓഫ് ആനന്ദി വർക്ക് ചെയ്യുന്നതും ഒക്കെ ഒരേ ലോജിക്കുണ്ട് ഇതിനകത്ത്. ലോജിക്ക് എന്ന് പറഞ്ഞാൽ യൂട്ടിലിറ്റി. ഞാൻ ബിസിനസ്സാണ് പഠിപ്പിക്കുന്നതുകൊണ്ട് മാർക്കറ്റ് കൺസുമേഷൻ ടെൻഡൻസി ഈസ് ദി സെയിം. അതിനെന്ന് വെച്ചാൽ ഈ സെക്ടറിൽ നിന്നുള്ള, ഈ മാർക്കറ്റ് സെക്ടറിൽ നിന്നൊക്കെ ആളുകൾ ഈ പ്രോഡക്റ്റ് വന്ന് മേടിക്കുന്നു. എന്താണ് ഒരു എഴുത്തുകാരൻ പ്രോഡക്റ്റ് എന്നൊക്കെ പറയാവുന്നു. എഴുതുമ്പോൾ ഞാനൊരു ആർട്ടിസ്റ്റും എഴുതി അത് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഞാനൊരു വിൽപ്പനക്കാരനുമാണ്. അതിനെക്കുറിച്ച് പൈസ ഉണ്ടാക്കുന്നതിനെക്കുറിച്ചൊന്നും ഐ ഡോണ്ട് ഫീൽ അഷെയിംഡ് അബൌട്ട് ഇറ്റ്. ബുക്ക് ഈസ് റിട്ടൺ ടു ബി സോൾഡ്. അത് വിൽക്കുന്നത് കൊണ്ട് എനിക്ക് കുറവുള്ള ആർട്ടിസ്റ്റൊന്നും ആകുന്നില്ല. വിൽക്കാനാണ് ഞാൻ എഴുതിയത്. എനിക്കത് വിൽക്കണം, അത് വായിക്കപ്പെടണം. അയ്യോ ഇല്ല, കുറച്ച് പേര് വായിച്ചാൽ പോലും ബൗദ്ധികമായി വിശകലനം ചെയ്ത് അതിൻ്റെ സാഹിത്യം മുഴുവൻ മനനം ചെയ്യണം, ഒന്നുമില്ല. അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊന്നുമില്ല. എനിക്കിത് വിൽക്കപ്പെടണം, മാക്സിമം ആൾക്കാർ വായിക്കണം, എന്നിട്ട് അവരതിനെക്കുറിച്ച് എന്നോട് പറയണം, ചേട്ടാ ഇന്ന ഭാവം വായിച്ചപ്പോൾ എനിക്ക് വലിയ ടച്ച് ചെയ്തില്ല, പക്ഷേ ഇന്നത് എനിക്ക് ചെയ്തു എന്നൊക്കെ പറയുമ്പം
എനിക്കൊരു സുഖം കിട്ടാറുണ്ട്. ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത്? എനിക്ക് അങ്ങനെ അല്ലാതെ വെറുതെ ഇത് ഫണ്ടാസ്റ്റിക് അലാസ്റ്റിക് എന്നും പറഞ്ഞ് മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ നമ്മുടെ സമുദ്രശീല എഴുതിയ ആളുടെ പേരെന്തായിരുന്നു? സുഭാഷ് ചന്ദ്രൻ്റെ വീക്കിലിയിൽ ഒരു വലിയ ആർട്ടിക്കിൾ വന്നിട്ടൊന്നും എനിക്കൊരു കാര്യമില്ല. എന്നെ വിളിച്ചേച്ച് പ്രിയം പറയണം, ബാബു ഞാനത് എൻ്റെ സ്റ്റുഡൻസിന് കൊടുത്തു, അവരിരുന്ന് കരയുകയായിരുന്നു, അവസാനത്തെ ഭാഗമൊക്കെ വന്നപ്പോഴേക്കും സന്തോഷിച്ചു എന്ന് പറയുമ്പോൾ എനിക്ക് കിട്ടുന്നൊരു സുഖമുണ്ട്. എനിക്ക് ആ സുഖം വേണം. ഇനി എന്തുകൊണ്ടാണ് ഇത് ഉപയോഗിക്കുന്നത്? ഇയാൾ വിളമ്പുമ്പോൾ ചിലപ്പോൾ ഇയാൾ മനസ്സിൽ ഉദ്ദേശിച്ചത് അൽഫാമാണെന്നും പറഞ്ഞാണ് വിളമ്പിയത്. പക്ഷെ ഒത്തിരി പേരും അത് കഴിച്ചത് ചിക്കൻ ബിരിയാണിയാണെന്നും പറഞ്ഞ തിരിഞ്ഞോ? എൻ്റെ വിളമ്പൽ ഞാൻ പൊതിച്ചോറ് സ്നേഹവിരുന്ന് കൊടുക്കുക, ഏത് പെരുന്നാൾ കഴിഞ്ഞിറങ്ങിയവർക്ക്, തിരിഞ്ഞോ? ഇതിനകത്ത് ചെറുപ്രായത്തിലുള്ള പിള്ളേർ എൻ്റെ പ്രായത്തിൽ 50 വയസ്സുള്ളവർ വായിക്കുന്ന പോലെ അല്ല കമ്പിളി കണ്ടത്തെ കൽപ്പരണികൾ വായിക്കുന്നത്. അവരിൽ പലരും ഇത് അൽഫാമാണെന്നും പറഞ്ഞാൽ കഴിക്കുന്നത്, തിരിഞ്ഞോ? ഓരോരുത്തർക്കും അവരുടെ ഇഷ്ടത്തിന് വായിക്കാനും രുചിക്കാനും ഉള്ള സ്വാതന്ത്ര്യം എഴുത്തുകാരും അവർക്ക് വിട്ടുകൊടുക്കണം. ഇനി ഞാൻ നാളെ ഒരു പുസ്തകം എഴുതുക, അന്നേരത്തേനും പറയുകയാണ് ഇതൊരു ചവറാണ് എന്ന് പ്രിയദർശൻ മാസ്റ്റർ പറഞ്ഞാൽ ഞാനത് സ്വീകരിക്കും. ആണെന്ന് ആയിരിക്കാം, ചവർ എഴുതിക്കൂടെ? അങ്ങനെ നമുക്ക് ആളുകൾക്ക് അങ്ങ് സ്വാതന്ത്ര്യം കൊടുക്കണം. അന്നേരം ഇത് ചവറല്ല എന്ന് പറഞ്ഞ് ചിലപ്പോൾ ഈ പ്രിയദർശൻ്റെ ഭാര്യ വരും, ഇവർ തമ്മിലടിക്കട്ടെ, കർത്താവ് പറഞ്ഞ പോലെ ഇവർ തമ്മിലടിപ്പിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നതെന്ന്. അതുകൊണ്ട് നമുക്ക് ഈ വിമർശനം നല്ലതാണ്, പക്ഷേ വിമർശിക്കുമ്പോൾ അഖിൽ പി ധർമ്മജൻ്റെ മീശയ്ക്ക് നീളം കുറവുണ്ട്, അയാളുടെ തൊലിയുടെ നിറം ഇന്നതായതുകൊണ്ട് എഴുതിയ വാക്കിൽ ഇങ്ങനെ വന്നു, ആ ലെവലൊക്കെ ഒന്ന് വേണം. അത് ഒരു ഊളത്തരാ. അത് ഐ എം സോറി. ഓക്കെ, you are denigrating your status as a literary pursuiter. When you are following literature, you should become independent of the writer, and your freedom to choose to criticize the art of work remains. ഇയാൾ എഴുതിയിരിക്കുന്നത് എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത് എൻ്റെ ക്രിറ്റിസിസമാണ്. ഓക്കെ, ബട്ട് മൈ ഫ്രീഡം എൻഡ്സ് വെയർ ദി അതേഴ്സ് നോസ് ബിഗിൻസ്. പക്ഷേ എൻ്റെ ഭാര്യ പറയുന്നത് അവൾ ഇനിയും വായിക്കാൻ പോകാതെന്ന്. വീണ്ടും റെസ്പെക്ട് ഇറ്റ്. യെസ്, അഖിലിനോട് അടുത്ത, അതായത് ഇപ്പം അഖിലിൻ്റെ ഈ പുസ്തകം ഇപ്പോൾ ഏറെ വിമർശിക്കപ്പെടുന്നുണ്ട്, ഒരുപാട് ആളുകൾ വിമർശിക്കുന്നു. ഇപ്പോൾ അവാർഡ് കിട്ടിയപ്പോൾ പോലും നിറയെ ക്രൂരമ്പുകൾ ഏറ്റു എന്ന് തന്നെ പറയേണ്ടി വരും. അത്തരത്തിൽ വിമർശിക്കപ്പെട്ട ഒരാളാണ് അഖിൽ. ഒരു 10-20 അല്ലെങ്കിൽ ഒരു 50 വർഷം കഴിയുമ്പോൾ അഖിലിൻ്റെ പുസ്തകത്തെ ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് ആളുകൾ കാണാൻ പോകുന്നത് എങ്ങനെയായിരിക്കും എന്ന് ആലോചിച്ചിട്ടുണ്ടോ? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഓജോ ബോർഡ് ഫസ്റ്റ് ഇറങ്ങിയപ്പോൾ വിമർശനം എന്ന് പറഞ്ഞത് ഞാൻ സ്വന്തമായിട്ടാണ് പബ്ലിഷ് ചെയ്തത്. ചിലർക്കെങ്കിലും അറിയാം, ഞാനറിയാം ചുടുകാട്ടിൽ വെച്ചിട്ടാണ് പബ്ലിഷ് പുസ്തകം. അതൊക്കെ അവസ്ഥ കാരണം ചെയ്തതാണ്. പിന്നെ ഞാൻ ഈവൻ മാതൃഭൂമിയിൽ വരെ അയച്ചിട്ടുണ്ട്, റിജക്റ്റ് ചെയ്തതാണ്. DC-യിൽ എല്ലായിടത്തും റിജക്റ്റ് ചെയ്തൊരു നോവലാണ് ഓജോ ബോർഡ്. അവസാനം ഗതികേട് കൊണ്ട് ഞാൻ സ്വന്തമായിട്ട് പബ്ലിഷ് ചെയ്തു. അന്നൊക്കെ ആരും സ്വന്തമായിട്ട് പബ്ലിഷ് ചെയ്ത് എങ്ങനെ ഇത് വിൽക്കണമെന്ന് അറിയില്ലല്ലോ. ഞാനിത് ഓരോ ബുക്ക് സ്റ്റാൾസിൽ കൊണ്ട് കൊടുത്തപ്പോൾ ആരും വെച്ചില്ല. ഇത് ബസ് സ്റ്റാൻഡിൽ റെയിൽവേ സ്റ്റേഷനിൽ, ഞാൻ ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ കഴിഞ്ഞ ആളാണ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഞാനിത് ബസ് സ്റ്റാൻഡിൽ റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുമ്പോൾ നാട്ടുകാരൊക്കെ വന്ന് അച്ഛനോട് വന്നിട്ട് പറയും, എൻ്റെ മോൻ പഠിച്ചതല്ലേടാ, ബസ്സിലൊക്കെ കൊണ്ടുവന്ന് ബുക്ക് വിൽക്കുകയാണ്, അവന് വേറെ പണിയില്ലെന്ന് ചോദിക്കും. അപ്പോൾ ഇങ്ങനെ ഓരോരോ കാര്യങ്ങളിൽ നിന്നിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരുന്നത്. അപ്പം പണ്ട് തൊട്ടേ ഒരു എക്സ്പെക്റ്റേഷൻ ഇല്ല, നമുക്ക് എന്തൊരു കുഞ്ഞു കാര്യം കിട്ടിയാലും എനിക്കതൊരു ബോണസായിട്ട് വിചാരിക്കുകയാണ്. ഇപ്പോൾ ഈ 10 വർഷത്തിന് ശേഷം അല്ല കുഴപ്പമില്ല, ഇത് ഇപ്പം ഓജോ ബോർഡ് പബ്ലിഷ് ചെയ്യുന്നത് DC ബുക്സ് ആണ്. റിജക്റ്റ് ചെയ്ത കമ്പനി തന്നെയാണ് അത് പബ്ലിഷ് ചെയ്യുന്നത്. ഇപ്പോൾ അതാണ് എൻ്റെ ഒരു കാര്യം പറഞ്ഞത്, എൻ്റെ ഒരു ഹാർഡ് വർക്ക്. ഞാൻ അത്രേ ഉള്ളൂ. എന്നെ ആദ്യം റിജക്റ്റ് ചെയ്തത് DC ബുക്സ് ആണ്. അത് ഞാൻ അവരുടെ വേദിയിൽ എവിടെ വേണമെങ്കിലും ഏത് വേദിയിലും ഞാൻ പറയും, കാരണം എന്നെ റിജക്റ്റ് ചെയ്തതാണ്. അപ്പം ഇപ്പോൾ പബ്ലിഷ് ചെയ്യുന്നത്, എൻ്റെ 4 ബുക്സും പബ്ലിഷ് ചെയ്യുന്നത് DC ബുക്സ് ആണ്. അത് ഞാൻ പ്രൗഡ്ലി അത് പറയണം. പിന്നെ രണ്ടാമത്തെ കാര്യം, ഓജോ ബോർഡ് ഇറങ്ങിയപ്പോൾ സമയത്ത് ആൾക്കാർ പറഞ്ഞു ഇതൊക്കെ 1 വർഷം ഓടും എന്ന് പറഞ്ഞു. നമ്മൾ ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. ഇത് കഴിഞ്ഞിട്ട് ഇത് പ്രിൻ്റ് ചെയ്ത് വിൽക്കുന്ന സമയത്ത് പറഞ്ഞാൽ ആർക്ക് ഏത് തെണ്ടിക്ക് വേണമെങ്കിലും ഇപ്പോൾ പ്രിൻ്റ് ചെയ്ത് വിൽക്കാമെന്ന് പറഞ്ഞു. ഓക്കെ, സമ്മതിച്ചു, അക്സെപ്റ്റ് ചെയ്യുന്നു. ഇതിന് കഴിഞ്ഞിട്ട് ഇത് ആൾക്കാർ വാങ്ങാൻ തുടങ്ങിയപ്പോൾ ഈ ആൾക്കാർക്കൊക്കെ എന്താ വട്ടായി, ഇങ്ങനെയുള്ളതൊക്കെ ബുക്കാണോ വാങ്ങുന്നതെന്നായി.
ഇത് കഴിഞ്ഞിട്ട് ഇത് DC എടുത്തു കഴിഞ്ഞപ്പോൾ DC ബുക്സിന് വട്ടായോ, ഇവന്മാർ ഇതിങ്ങനെയുള്ളവരുടെയൊക്കെയാണ് എഴുതുന്നത്. ഒട്ട് പകരുന്നു അല്ലേ? അതെ. ഇത് കഴിഞ്ഞിട്ട് ഇപ്പൊ എന്റെ റാം കെയർ ഓഫ് ആനന്ദി ആൾക്കാർ ട്രെൻഡ് ആയപ്പോ ഈ പിള്ളേർക്കൊക്കെ വട്ടാണ്, ഈ റീൽസ് ഒക്കെ വേറെ എന്തൊക്കെ വായിക്കുന്നവർക്ക് അല്ലേ? അതെ, വട്ടാണ്. ഇത് കഴിഞ്ഞ് അവാർഡ് കിട്ടിയപ്പോ ജൂറിക്ക് വട്ടാണെന്ന് തോന്നുന്നു. ഇതൊക്കെയാണ് ഇവരുടെ പ്രശ്നങ്ങൾ. ഇവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ വേറെ ആരും ചെയ്യാൻ പാടില്ല. ഇവർക്ക് ഇഷ്ടമില്ലാത്ത കൃതികൾക്ക് അവാർഡ് കിട്ടിക്കഴിഞ്ഞാൽ അവരെ ആക്രമിക്കും. അത് വായനക്കാരല്ല കേട്ടാ, എഴുത്തുകാർ. അത് അവർ വിചാരിച്ചു വെച്ചിരിക്കുന്നത് ഞാനാണ് ഇവിടുത്തെ അവസാന വാക്ക്, ഞാൻ പറയുന്നത് ഇവിടെ നടക്കത്തുള്ളൂ എന്നുള്ളൊരിതാണ്. അല്ലെങ്കിൽ ഞാൻ ഇതിൽ ഏറ്റവും രസകരമായി തോന്നിയ ഒരു വിമർശനം ഞാൻ കേട്ടത് എന്താണെന്നറിയോ? നാഷണൽ അവാർഡ് കിട്ടാൻ സാധ്യതയുണ്ട്. എന്താ, അവൻ്റെ പുസ്തകത്തിൽ റാം ഉണ്ട് എന്ന്. നാഷണൽ അവാർഡ് അവൻ ഉറപ്പായിട്ടും കിട്ടും, ആ ഒറ്റ പേര് മാത്രം മതി എന്ന് പറഞ്ഞവർ എനിക്കറിയാം. എൻ്റെ സുഹൃത്തുക്കളിൽ കുറച്ച് പേരുണ്ടായിരുന്നു അങ്ങനെ. അല്ല, അത് പബ്ലിക്കായിട്ട് പല റൈറ്റേഴ്സും എഴുതിയിട്ടുണ്ട്. അത് നിങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടാവും. റാം എന്ന് പറഞ്ഞ ഇതിൻ്റെ അകത്ത് സത്യത്തിൽ ഇതിൻ്റെ അകത്ത് അമ്പലത്തിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു പരിപാടി ഇതിൻ്റെ അകത്തില്ല. ഈ ശ്രീറാം എന്ന് പറഞ്ഞൊരു സാധനം ഇപ്പം പ്രിയൻ എന്നല്ലേ വിളിക്കുന്ന പേര്, വലിയൊരു പേരല്ലേ. അത് കണക്ക് ശ്രീറാമിനെ റാമാക്കി, അത്രേ ഉള്ളൂ. ഇത് അവാർഡ് കിട്ടിക്കഴിഞ്ഞപ്പം പോസ്റ്റ് ഇട്ടിരിക്കുക പല എഴുത്തുകാരും, ഇതിനകത്ത് റാം ഉള്ളതുകൊണ്ട് അവാർഡ് കൊടുത്തെന്ന്. അപ്പോൾ ഇത് വായിച്ച ജൂറി അവർക്കൊക്കെ എന്താണ്, വട്ടാണോ? അല്ലെങ്കിൽ നാളെ ഞാൻ എന്തെങ്കിലും ഇതുപോലെ ദൈവങ്ങളുടെ പേരിട്ട് കഴിഞ്ഞാൽ അത് കിട്ടുമോ? അതിന് കമൻറ്റ് ചെയ്യാനായിട്ട് ഒരുപാട് ആൾക്കാരുണ്ട്. പിന്നെ ഇത് കഴിഞ്ഞിട്ട് എൻ്റെ അച്ഛൻ ധർമ്മജൻ KV, അദ്ദേഹം ഡൽഹിയിൽ എന്തോ പിടിയുള്ള ആളാണ്. പാതിരപ്പള്ളി ബസ് ഇറങ്ങി ആ ജംഗ്ഷനിൽ നോക്കിയാൽ കട പോലും അല്ല, ഒരു തട്ടിൽ ലോട്ടറി വിൽക്കുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന് ആ ഒരു ചുറ്റുപാട് മാത്രമുള്ള മനുഷ്യരെ മാത്രമേ അറിയത്തുള്ളൂ. ആലപ്പുഴ പോലും വിട്ട് പുറത്തങ്ങനെ പോയിട്ടില്ല. പണ്ടങ്ങോ ബാംഗ്ലൂർ പോയി കൂലിപ്പണി ചെയ്തിട്ടുണ്ട് ഒരു വർഷം കണ്ട്, അതേ ഉള്ളൂ. ആ മനുഷ്യനെ പറയുന്നതാണ് അദ്ദേഹത്തിന് ഡൽഹിയിൽ പിടിയുണ്ട്, കേന്ദ്രത്തിൽ. ഇതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ഞെട്ടല, അച്ഛനും ഞെട്ടല. ഞാൻ ഇരുന്ന് ഫുഡൊക്കെ കഴിക്കുമ്പോൾ പറയും, വലിയ പുള്ളിയാ മകൻ അവാർഡൊക്കെ മാത്രമല്ലടാ അങ്ങ് ഡൽഹിയിലുണ്ടടാ പിടി അല്ലേ. അപ്പോൾ ഞാൻ ഇങ്ങനെ ചോദിക്കും, അച്ഛനോട് എനിക്ക് റെസ്പെക്റ്റ് ഉള്ളതെന്ന് പറയുമ്പോൾ എന്നെ പണ്ട് ഒരുപാട് അടിച്ചിട്ടൊക്കെ ഉള്ളതാണ് ഈ ബുക്ക് എഴുതുന്നതിനൊക്കെ. എൻ്റെ നോവലൊക്കെ എടുത്തിട്ട് കത്തിച്ചിട്ടുള്ളതൊക്കെയാണ്. പക്ഷേ എന്നെ അത് ഓപ്പോസ് ചെയ്ത് ഒരാൾ വീട്ടിലുള്ളത് കൊണ്ടാണ് ഞാൻ അതിനെ നിരന്തരം അതിനുവേണ്ടി നേരിടാനായിട്ട് ഞാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത്. അന്ന് എനിക്ക് അച്ഛൻ ഭയങ്കര വില്ലനായിരുന്നു. പക്ഷേ എനിക്ക് ഫ്യൂച്ചറിൽ എനിക്ക് മനസ്സിലായി അച്ഛൻ 7ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. അപ്പോൾ അച്ഛൻ്റെ കരുതലെന്ന് പറയുന്നത് നാളെ ഇവൻ എന്നെ പോലെ കഷ്ടപ്പെടരുത്, ഇവൻ കഥയെന്നൊക്കെ പറഞ്ഞ് നടന്നാലും ഇവൻ പഠിക്കണം. ഞാൻ ഡിസ്റ്റിങ്ഷൻ വാങ്ങിയിട്ട് ഞാൻ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു എൻ്റെ വഴിക്ക് ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞു. ഇനി എന്നെ അച്ഛൻ വെറുതെ വിടണം, ഞാൻ ഇത്രയും വർഷം ഞാൻ പഠിച്ചു, ഇനി എനിക്ക് വെറുതെ വിടണമെന്ന് പറഞ്ഞു. ഒരിക്കലും ഒരു റിഗ്രറ്റ് ഇപ്പോൾ തോന്നുന്നില്ലല്ലോ? ഒരിക്കലും ഇല്ല. അന്ന് ഞാനത് ആ സേഫ് സോൺ, എൻ്റെ കംഫർട്ട് സോൺ. എനിക്ക് വീട്ടിൽ ഫുഡുണ്ട്, കാര്യങ്ങളുണ്ട്. ഞാനത് വിട്ട് ചെന്നൈയിലേക്ക് വണ്ടി കയറി പോവുകയാണ്. ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ കയറി പോകുമ്പോൾ എൻ്റെ കൂട്ടുകാർ ചോദിച്ചു, എടാ നീ എന്തുദ്ദേശിച്ചില്ല, നിനക്ക് ആ സ്ഥലം പോലും അറിയില്ല. ഞാൻ കഥ എഴുതോടാ, എനിക്ക് അവിടെ ആ നഗരത്തെ പറ്റി എഴുതണം എന്ന് പറഞ്ഞിട്ട് ഒരു വാക്ക് പറഞ്ഞിട്ട് ഞാൻ കയറിപ്പോയത്. ആ പറഞ്ഞ വാക്കിപ്പോൾ 4 ലക്ഷം കോപ്പികളുമായി, അതിന് അവാർഡും കിട്ടി. അന്ന് ഞാൻ ആ ഒരു കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്തില്ലായിരുന്നെങ്കിൽ എനിക്ക് ഈ ഒരു വേദിയുണ്ട്, അറിയുമോ, ഞാൻ എവിടെയെങ്കിലുമൊക്കെ ഞാൻ ആയിരിക്കും. അല്ലെങ്കിൽ ഞാൻ ഇപ്പം മെക്കാനിക്കൽ എവിടെയെങ്കിലും ഞാൻ പണി ചെയ്തിട്ടുള്ള വണ്ടിപ്പണി ചെയ്തിട്ടില്ല, വണ്ടിയുടെ അടിയിൽ സ്പാനർ തിരിച്ച് ഇപ്പം ആയിരുന്നേനെ. പക്ഷേ നമ്മൾ ഏറ്റവും വലിയ ദുഃഖം എന്താണെന്നറിയാം, നമുക്ക് ഇഷ്ടമില്ലാത്ത തൊഴിൽ ചെയ്ത് ജീവിതാവസാനം വരെ ജീവിക്കുന്നത്. അത് ഭയങ്കര ഒരു ദുഃഖമാണ്. ആ ടേണിംഗ് പോയിന്റ് അത് ലൈഫിൽ കൊണ്ടുവരുന്ന ഒരു മാറ്റം വലുത് തന്നെയാണ്. അത് ആഘോഷിക്കപ്പെടട്ടെ. അത് ഇനിയും ഉയരങ്ങളിലേക്ക് അഖിലിന് സഞ്ചരിക്കാനും പറക്കാനും കഴിയട്ടെ എന്ന് എനിക്ക് പറയാനുള്ളത്. ഒരു ചെറിയ കാര്യം, ഞാൻ ഇവൻ്റെ പുസ്തകത്തിൽ നിന്ന് ഞാനൊരു ചെറിയ കാര്യം കൂടി പറയാണ്. തിരക്കിട്ട് ചെന്നൈ നഗരത്തിൻ്റെ ഉള്ളിലൂടെ ലൂണ ഓടിച്ചുകൊണ്ട് ആനന്ദി പോകുന്നു. ആനന്ദിയുടെ പിൻസീറ്റിൽ റാം ഇരിക്കുമ്പോൾ അവൻ ഇവളെ തൊടാതെ ഇങ്ങനെ മാറിയായിരിക്കുന്ന കാര്യം, ഇവളുടെ ഒരു അടി വാങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ പോകുന്ന ഈ യാത്രയുടെ ഇടയിൽ ആനന്ദി ഈ സൈഡിലെ മിററിലൂടെ റാമിനെ ശ്രദ്ധിക്കുന്നു. അങ്ങനെ ശ്രദ്ധിക്കുമ്പോൾ റാമിൻ്റെ കവിളിൽ ഒരു നുണക്കുഴി കാണുന്നു. എന്നിട്ട് ആനന്ദി പറയാണ്, നീ ഒരു നുണയനാണ് എന്ന്. അപ്പോൾ അതെന്താ നീ അങ്ങനെ പറഞ്ഞത് എന്ന് റാം ചോദിക്കുന്നു. നിൻ്റെ കവിളിൽ ഒരു നുണക്കുഴിയുണ്ട് എന്ന്. അപ്പോൾ റാം പറയുന്നു, അയ്യോ അത് നുണക്കുഴിയൊന്നുമല്ല, ചെറുപ്പത്തിൽ കളിച്ചപ്പോൾ സൂചി കുത്തിക്കൊണ്ട് ഉണ്ടായ മുറിവ്, കോഴി കുത്തിയതാണെന്ന്. ആ ചിരി ഒന്ന് കാണിച്ചു കൊടുത്ത ആളുകൾക്ക്. ഇത് ശരിക്കും കോഴി കുത്തിയത് തന്നെയാണോ? കോഴി കുത്തിയതാണ്. അതാണ് ഞാൻ ചോദിച്ചത്. ഈ റാം എത്രത്തോളം അഖിലുണ്ട്, റാമിൽ എത്രത്തോളം അഖിലുണ്ട്? അത് ഞാൻ എല്ലാവരും ഇങ്ങനെ ചോദിക്കാറുണ്ട്. ഞാൻ ഇപ്പം ഒരു ദിവസം ആലോചിക്കുകയാണ്, എനിക്ക് ഇത്ര സമയത്ത് ഉറങ്ങണം, ഇത്ര സമയത്ത് ഇത്ര നല്ല കാര്യങ്ങൾ ചെയ്യണം, അങ്ങനെ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് റാം. ഞാൻ ആവാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ്. പിന്നെ ഈ കോഴിയുടെ കോഴി ഞാൻ ഭയങ്കര വികൃതിയായിരുന്നു ചെറുപ്പത്തിൽ. കോഴി? ഞാൻ കോഴിയല്ല, കോഴി.
അപ്പോൾ കോഴി വികൃതിയായിരുന്നു. കോഴി വികൃതി എന്നല്ല, ഞാൻ മനസ്സിലായി. ശരി പറയും. ഓക്കെ. അങ്ങനെ 3 വയസ്സൊക്കെ ഉള്ള സമയത്ത് ഇങ്ങനെ അമ്മ തുണിയൊക്കെ അലക്കിയിട്ട് അവിടെ ഞങ്ങളുടെ ഇവിടെ ഒരു വെലിയുണ്ട്. വെലി മീൻസ് കണ്ടം. അപ്പോൾ അവിടെ ഇങ്ങനെ അഴയുണ്ട്. അഴയിലിങ്ങനെ വിരിക്കാൻ പോകുന്ന സമയത്ത് ഞങ്ങളുടെ നാട്ടിലൊരു ചീരുണ്ണി എന്ന് പറഞ്ഞൊരു അപ്പാപ്പനുണ്ട്. ഈ അപ്പാപ്പൻ പാലക്കാടങ്ങാണ്ട് പോയിട്ട് ഒരു കാര്യമില്ല, അവിടുന്ന് മറ്റേ പോര് കോഴീനെ മേടിച്ചിട്ട് വന്ന് അവിടെ കൊണ്ടുവന്ന് എന്നിട്ട് ഇതിനെ അവിടെ കെട്ടിയിട്ടിരിക്കുകയാണ്. ഞാൻ അതിനെ ചെന്ന് തലവിടാനായിട്ട് ചെന്നതാണ്. അത് കണ്ണി കൊത്തിയില്ല, വിട്ട കൊത്തിയത്. അങ്ങനെ അതൊരു ബ്യൂട്ടി സ്പോട്ടാണ് എന്ന് വിചാരിക്കുന്നത്. അങ്ങനെ പോയതാ. അപ്പം ഞാൻ അതിൻ്റെ ആ ഒരു സാധനം എഴുതി. പലരും അത് റിലേറ്റ് ചെയ്യുന്നു. പിന്നെ കുറേ കാര്യം മാനറിസങ്ങളൊക്കെ ചിലപ്പോൾ അതിൻ്റെ അകത്ത് വരുമായിരിക്കും. അല്ലാതെ രാമൻ എന്ന് പറഞ്ഞൊരു നല്ല വേറൊരു വ്യക്തിയാണ്. സിദ്ധാർത്ഥിലും ഉണ്ടാകുമായിരിക്കും അല്ലേ അങ്ങനെ? സിദ്ധാർത്ഥ വേറൊരാളാണ്. അത് ഇച്ചിരി ഒരു രാത്രിയൊക്കെ ഇറങ്ങി നടക്കുന്ന വേറൊരു അതെ സോമനാബുലിസമുള്ള. ഞാൻ എലൈറ്റ് കേക്ക് ഫാക്ടറിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ +2 തോറ്റു പോയായിരുന്നു. അപ്പം ഞാൻ വീട്ടിലൊന്നും അറിയത്തില്ല, ഇപ്പോഴും അങ്ങനെ അത് അറിയത്തില്ല. പിന്നെ അച്ഛൻ ഇതൊന്നും കാണാറൊന്നുമില്ല, അതുകൊണ്ട് എനിക്ക് ധൈര്യമായിട്ട് പറയാം. അമ്മയും കാണത്തില്ല. എൻ്റെ ബുക്കുകളൊക്കെ അവരൊക്കെ വായിക്കുന്നത് ഭയങ്കര കുറവാണ്. രാത്രി 12 ശേഷം ഒന്നും ആരും വായിച്ചിട്ടില്ല വീട്ടിൽ ഇതുവരെ. അപ്പോൾ ഈ ഞാനവിടെ കമ്പനി വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാനവിടെ +2 തോറ്റല്ലോ. അപ്പോൾ ഞാൻ രാത്രി എല്ലാവരും ഉറങ്ങിക്കഴിയുമ്പോൾ ഞാൻ അവിടെ പോയിരുന്നു ബാൽക്കണി പോയിരുന്നിട്ട് പഠിക്കും. അപ്പോൾ ഇതാ ഹോസ്റ്റലാണ്. അപ്പോൾ താഴെ 2-3 പേര് വേറെ താമസിക്കുന്നുണ്ട്. ഒരു ദിവസം രാത്രി ആകുമ്പോൾ ഞാൻ നോക്കുമ്പോൾ ഈ റൂമിൽ നിന്ന് ഒരാളിങ്ങനെ ഇറങ്ങി പോവുകയാണ്, നടന്നങ്ങ് പോവുകയാണ്. ഞാനിലേക്ക് ഇയാൾ എവിടെ ആയിരിക്കും പോകുന്നത് അങ്ങനെ ചിന്തിക്കും. ഞാൻ പിന്നെ ഉറങ്ങും. പിന്നെ ഞാൻ നോക്കുമ്പോൾ എല്ലാ ദിവസവും ഇയാൾ പോകുന്നുണ്ട്. അല്ല മതിലേടാനൊക്കെ പോകുന്നതായിരിക്കും, അറിയില്ല. പക്ഷേ ആ ഒരു സാധനം ഇങ്ങനെ മനസ്സിൽ കിടന്നു. അപ്പോൾ എൻ്റെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക്, ഇയാൾ എവിടെ ആയിരിക്കും പോകുന്നത്. ഇന്ന് ഞാൻ ജോലി നിർത്തി നാട്ടിൽ പോകുന്നു. ആ ഒരു ക്വസ്റ്റ്യൻ മാർക്കിലാണ് ഇങ്ങനൊരു ഇത് വന്നത്. അതുകൊണ്ട് ഞാൻ ആരെ നോക്കിയാലും ചിലപ്പോൾ എനിക്ക് അതിലൊരു കഥാപാത്രം ഉണ്ടാകും. ട്രാവൽ ചെയ്യുമ്പോൾ, സംസാരിക്കുമ്പോൾ ഞാൻ മനുഷ്യരെ നന്നായിട്ട് ഒബ്സർവ് ചെയ്യും. ഞാൻ ട്രാവൽ ചെയ്യുമ്പോഴാണെങ്കിൽ ഇങ്ങനെ നോക്കും. പിന്നെ ഒരാൾ എനിക്ക് കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെ സ്നേഹിക്കുന്ന ഒരു കള്ളം പറഞ്ഞാൽ അറിയില്ല, പക്ഷെ പുതിയതായിട്ട് ഒരാൾ വന്ന് കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് സെൻസ് ചെയ്യാൻ പറ്റും. ഇവർ കള്ളോ പറയുന്നത്. ഞാൻ പിന്നെ ശരി ഓക്കെ ശരി അങ്ങനെ കേട്ട് വിടും. അങ്ങനെ ആ ഒരു ഇതുണ്ട്, ഒബ്സർവ് ചെയ്യും നന്നായിട്ട് മനുഷ്യരെ. പ്ലീസ് അവന് നല്ലൊരു കൈയ്യടി കൊടുക്കാൻ വേണ്ടി. താങ്ക് യു. ബാബുട്ട, ഒരു ചോദ്യം കൂടി, ഇത് ഫൈനൽ ക്വസ്റ്റ്യൻ ആണ്. അത് കഴിഞ്ഞ് നമുക്ക് ഓഡിയൻസിലേക്ക് നമുക്ക് പോവാം. ഈ ജനപ്രിയതയുടെ അങ്ങേയറ്റം ഒരു എഴുത്ത് അല്ലെങ്കിൽ കലയിൽ നിൽക്കുമ്പോൾ എല്ലാവരും ആലോചിക്കുന്നത് സിനിമ എന്ന് പറഞ്ഞൊരു വലിയ പ്ലാറ്റ്ഫോമാണ്. കമ്പളികണ്ഠം സിനിമയുമായി എന്തെങ്കിലും ബന്ധമോ എന്തെങ്കിലും കരാർ ഒപ്പിടുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞോ? അങ്ങനെയൊക്കെ ചോദിക്കുന്നവരുണ്ട്. പക്ഷേ നമ്മൾ ചൂട് വെയിറ്റ് ചെയ്യുന്നതിനാണ് എനിക്ക് താല്പര്യം. വായിക്കട്ടെ, കുട്ടികൾ വായിക്കട്ടെ. കാരണം സിനിമയാകുമ്പോഴേക്കും അതിൻ്റെ ഈ സ്ക്രീനിൻ്റെ ഒരു ലോകത്തിലാണ് നമ്മൾ. കമ്പളികണ്ഠം എഴുതുമ്പോൾ പോലും സ്ക്രീനിൽ നിന്ന് അക്ഷരങ്ങളിലേക്ക് വരാൻ കുട്ടികൾക്കും പറ്റും എന്നൊരു ഉറപ്പ് എനിക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് സ്ക്രീനിലേക്ക് തന്നെ മടങ്ങിപ്പോകുമ്പോഴേക്കും എന്തിനെഴുതിയോ ആ ലക്ഷ്യം ചിലപ്പോൾ നഷ്ടപ്പെടും. ജസ്റ്റ് ഒരു പോയിൻ്റ് കൂടെ ഇച്ചിരി മുമ്പ് അഖിൽ അതിൽ നിന്ന് പറഞ്ഞു വന്നിട്ട് അതിൽ നിന്ന് അങ്ങ് മാറി. വർഷങ്ങൾക്ക് ശേഷം എങ്ങനെ ഇന്നത്തെ ജനപ്രിയരെ സെലിബ്രേറ്റ് ചെയ്യപ്പെടുമെന്ന്. എനിക്ക് ഒരു പുസ്തകം എഴുതി എനിക്കതൊന്നും പറയാനുള്ള അവകാശം ഇല്ലെങ്കിലും എൻ്റെ കാര്യം പറയാം. എനിക്ക് 50 വർഷം കഴിഞ്ഞ് നിങ്ങളിവിടെ ഒരു സിമ്പോസിയം കമ്പളികണ്ഠത്തെ കൽപ്പരണികളെക്കുറിച്ച് വെച്ചിട്ട് ഒന്നും കിട്ടാനില്ല. ഞാൻ ഓൾറെഡി സിമിത്തേരിയിലെ പുഴുക്കളുടെ ഡിസേർട്ടായി മാറിയിട്ടുണ്ടാവും. എനിക്ക് ഇപ്പോൾ കൽപ്പരണികളെ സെലിബ്രേറ്റ് ചെയ്യുന്നതാണ് ഇഷ്ടം. ഞാൻ മരിച്ചിട്ട് ഒരു ഇൻ്റർനാഷണൽ കോൺഫറൻസും വെക്കണ്ട, എൻ്റെ പേരിൽ മന്ദിരങ്ങളും വേണ്ട, കൽഭരണികളുടെ മേലിലും വേണ്ട. ഇപ്പോൾ ഇത് വായിക്കുക, അത് ഹൃദയത്തിലൂടെ കടന്നു പോകട്ടെ, അതിപ്പോൾ സെലിബ്രേറ്റ് ചെയ്യട്ടെ. മരിച്ചു കഴിഞ്ഞേച്ച് ഒപ്പീസ് എഴുതിയിട്ട് തന്നെ കാര്യമില്ലെന്ന് വിശ്വസിക്കുന്ന ഞാൻ പിന്നെ എന്തിനാണ് എൻ്റെ പുസ്തകം പഠിപ്പിക്കപ്പെടുന്നതോ കോൺഫറൻസിൽ എടുത്തു വെക്കുന്നതിലോ കാര്യമായിരിക്കുന്നത്? ഇപ്പോഴാണത് വേണം. ബിക്കോസ് വി ലിവ് നൗ. താങ്ക് യു. അപ്പം ഇനി ഓഡിയൻസിലേക്ക് മൈക്ക് വരികയാണ്. നിങ്ങൾക്ക് ഇവരോട് രണ്ടുപേരോടും ചോദിക്കാനുള്ള ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ കൈവക്കാം. അഖിലേട്ടനോടാണ് എനിക്ക് ചോദിക്കണേ. ഇപ്പോൾ റാം കെയർ ഓഫ് ആനന്ദി സിനിമയൊക്കെ ഉണ്ട്, അതിൻ്റെ അപ്ഡേറ്റ്സ് ഒക്കെ കേട്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ വായിച്ചൊരു ബുക്ക് പല വായനക്കാരുടെ ഇടയിലും അതിന് പല ഇമാജിനേഷൻ ലെവലുണ്ടാവും. അതൊരു സിനിമയായിട്ട് വരുമ്പോൾ അതിന് എത്രത്തോളം മീറ്റ് ചെയ്യാൻ പറ്റും എന്ന് അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ലേ? അതിനെക്കുറിച്ച് എന്താ? ഉറപ്പായിട്ടും ഞാനല്ല അതിൻ്റെ സ്ക്രിപ്റ്റ് ചെയ്യുന്നത്, അതാണ് ഏറ്റവും വലിയൊരു തെളിവ്. കാരണം എനിക്കിത് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. ഞാൻ ചെയ്യുമ്പോൾ ഇത് കട്ട് ചെയ്യാൻ പറ്റുന്നില്ല. എനിക്കിത് ആ ബുക്ക് ഫുൾ എടുത്തു വെച്ച് കഴിഞ്ഞാൽ ഒരു 3.5 മണിക്കൂറിൻ്റെ സിനിമയെങ്കിലും ആവും, അല്ലെങ്കിൽ വെബ് സീരീസ് ആയിട്ട് ചെയ്യേണ്ടി വരും. അത് ഞാൻ ട്രൈ ചെയ്തിട്ട് ഞാൻ പറയാം എനിക്കിത് പറ്റുന്നില്ല. ഞാൻ ഇപ്പോൾ ബാബുട്ടൻ പറഞ്ഞ കണക്ക് എൻ്റെ ഗർഭം, എൻ്റെ കുഞ്ഞ്, അതിനെ വെട്ടിക്കീറാനായിട്ട് എനിക്കത് പറ്റൂല എന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ വേറൊരാളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം ഞാനത് വായിക്കും, എന്തെങ്കിലും സജഷൻസ് പറയും,
അപ്പോൾ നമ്മൾ ഒരിക്കലും നിർബന്ധം പിടിക്കരുത് എൻ്റെ ബുക്ക് ഞാനേ സ്ക്രിപ്റ്റ് ചെയ്യുള്ളൂ, ഞാനേ ഡയറക്റ്റ് ചെയ്യുള്ളൂ, അങ്ങനെയുള്ള ഒരു നിർബന്ധവും ഇല്ല. എനിക്ക് ചിലപ്പോൾ കുറച്ച് പൈസ കിട്ടുമായിരിക്കും, കുറച്ചുകൂടെ ഫെയിം കിട്ടുമായിരിക്കും, പക്ഷേ അതിന് കൊടുക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് റീഡേഴ്സിന് കൊടുക്കേണ്ട ഒരു ഇതുണ്ട്. അതിൽ തന്നെ വരുമെന്ന് ഞാൻ വിചാരിക്കുന്നു. റൈറ്റർ അത്യാവശ്യം സിനിമകൾ ചെയ്തിട്ടുള്ള റൈറ്റർ തന്നെയാണ്, നല്ല സിനിമകൾ ചെയ്താണ്, എനിക്ക് കോൺഫിഡൻസ് ഉണ്ട്. അത് ഞാൻ റിവീൽ ചെയ്യുന്നില്ല. എന്തായാലും വൈകാതെ തന്നെ അത് വരും. സ്ക്രിപ്റ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. താങ്ക് യു. അഖിൽ ചേട്ടനോടാണ് ചോദിക്കാനുള്ളത്. ചേട്ടൻ്റെ റാം കെയർ ഓഫ് ആനന്ദിയും രാത്രി 12 ശേഷം എനിക്ക് ഒരുപാട് വായിക്കാൻ ഇഷ്ടപ്പെട്ട 2 ബുക്സാണ്. സാധാരണ എഴുത്തുകാർ നോവൽ എഴുതുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ട് സിനിമാറ്റിക് നോവൽ എഴുതുമ്പോൾ ചേട്ടൻ ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ നന്നായിരുന്നു. ഡിപ്ലോമ ഇൻ ഫിലിം മേക്കിംഗ് കൂടെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്കിപ്പോൾ ഈ ഒരു ഭാഗം എടുക്കുകയാണെങ്കിൽ ഞാൻ ഇത് എവിടെ ലൈറ്റിങ് കൊടുക്കണം, ഇപ്പോൾ ഇയാൾ എന്നോട് ക്വസ്റ്റ്യൻ ചോദിക്കുമല്ലേ, വൈറ്റ് ഷോട്ട് വെക്കണോ ക്ലോത്ത് ഷോട്ട് വെക്കണോ, ഇതെല്ലാം എൻ്റെ മനസ്സിലിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സാധനം ഞാൻ എഴുതുന്ന സമയത്തും ആൾക്കാരിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കും, ഇത് വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ റാമു ആനന്ദിയും കൂടെ ലൂണെ പോകുന്ന സീൻ പറഞ്ഞു, അത് നിങ്ങൾക്കിങ്ങനെ കാണണം. തിരക്കിലൂടെ അവർ വരുന്നു, അപ്പോൾ അത് സ്വാഭാവികമായിട്ടും തിരക്കുള്ളപ്പോൾ അത്രയും പേർ അത് വൈഡ് ഷോട്ടാണ്, ഉറപ്പാണ്. പിന്നെ അവർ പോകുമ്പോൾ കണ്ണാടിയിൽ കൂടെ കണ്ടു, അത് ക്ലോസ് ഷോട്ടാണ്, സൈഡിൽ നിന്നുള്ള ഷോട്ടാണ്, സജഷൻ ഷോട്ടാണ്. ഈ സാധനങ്ങളൊക്കെ ആൾക്കാരിലേക്കും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇവർക്ക് ഇത് ഷോട്ടാണെന്ന് അറിയില്ല, പക്ഷേ ഇവർ വായിക്കുമ്പോൾ ഇവർക്ക് അത് വിഷ്വലി തെളിയും. പിന്നെ പണ്ട് തൊട്ട് തന്നെ കൊച്ചിലോട്ട് തന്നെ സിനിമകൾ കണ്ട് എനിക്ക് ഇത് ഭയങ്കര പാഷനേറ്റഡ് ആയിരുന്നു. സിനിമ പറഞ്ഞാൽ വർക്ക് ചെയ്തു 2018 എന്ന് പറഞ്ഞ മൂവി. എനിക്കത് മതി. ഞാനിപ്പോൾ ബുക്കിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു ഒരു പടം എഴുതുക എന്ന് പറഞ്ഞത്. ഞാൻ കോറൈറ്ററായിട്ട് അത് ചെയ്തു. ഇപ്പം ഇനി ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എൻ്റെ ബുക്കുകൾ സിനിമ ആയിക്കോട്ടെ, പക്ഷേ ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ബുക്കുകളിലാണ്, ആ ഒരു വിഷ്വലൈസ് ചെയ്തിട്ടുള്ള റൈറ്റിങ്ങിലാണ്. താങ്ക് യു. ക്വസ്റ്റ്യൻ. ഇപ്പോൾ 2018 പറ്റി പറഞ്ഞല്ലോ. ആസ് എ റൈറ്റർ ഇപ്പോൾ ഒരു നോവൽ എഴുതുമ്പോഴോ അല്ലെങ്കിൽ മേ ബി സിമിലർ ഡയലോഗ്സ് സിനിമയിലേക്ക് കൊണ്ടുപോകുമ്പോഴോ എന്ത് രീതിയിലാണ്, അല്ലെങ്കിൽ എന്തൊക്കെ പ്രിക്കോഷൻസോ അല്ലെങ്കിൽ എന്തൊക്കെ ചേഞ്ചസോ ആയിട്ടാണ് ആസ് എ റൈറ്റർ നിങ്ങൾ നോക്കുന്നത്? ഡയലോഗ്സ് എഴുതുമ്പോൾ ഞാൻ കൂടുതലായിട്ട് നാച്ചുറലായിട്ടുള്ള ഒരു ഡയലോഗാണ്. ഞാനിത് എഴുതി കഴിയുമ്പോൾ പറഞ്ഞു നോക്കിയിട്ട് ഭയങ്കര ഡ്രാമാറ്റിക് ആകുകയാണെങ്കിൽ ഞാനത് തിരുത്തും. ഇപ്പോൾ ഞാൻ എഴുതുന്ന സമയത്ത് എൻ്റെ മുറിയുടെ സൈഡിൽ കൂടെ പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ആരോടെങ്കിലും സംസാരിക്കാമെന്ന് വിചാരിക്കും. ഞാൻ അമ്മയൊക്കെ ചിലപ്പോൾ ഫോണിൽ സംസാരിക്കാമെന്ന് വിചാരിക്കും. പക്ഷേ ഇത് വായിക്കുന്ന സമയത്ത് എനിക്ക് ഇമോഷണലി കണക്റ്റഡ് ആവുന്നുണ്ടോ, ഇത് ഞാൻ ഒരാളോട് പറയുമ്പോൾ ഭയങ്കര ഡ്രാമാറ്റിക് ആകുന്നുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചിന്തിക്കും. പിന്നെ ഇപ്പം ഭയങ്കര ഡ്രാമാറ്റിക് ആയിട്ടുള്ള ഡയലോഗൊക്കെ ആണെങ്കിൽ നിങ്ങളെല്ലാം വായനക്കാർ വലിച്ചു കീറും അത്, ഇല്ലേ? ഞാൻ പണ്ടത്തെ കണക്കിപ്പോൾ ഞാൻ പറയാം, കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ നിന്നെ പ്രണയിക്കുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇപ്പോൾ എഴുതി വെച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കര ക്രിഞ്ചായിട്ട് തോന്നും. പക്ഷേ നേരെ മറിച്ച് ഇപ്പോഴത്തെ ഇത് എങ്ങനെ ആയിരിക്കും, ഒരു പ്രപ്പോസ് ചെയ്യുന്ന എങ്ങനെ ആയിരിക്കും, എനിക്ക് നിന്നോടൊരു അഫെക്ഷൻ ഉണ്ടെന്ന് തോന്നുന്നു. ആ ഡയലോഗിലുള്ള മാറ്റം കണ്ടോ? അപ്പോൾ നമ്മൾ പഴയ സാധനം തന്നെ നമ്മൾ ഇവിടെ എഴുതി വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഇത് പ്രശ്നം ഉണ്ടാകും. നാച്ചുറലായിട്ട് ഇപ്പോൾ പിന്നെ വാക്കുകൾക്ക് മാറ്റം വന്നുകൊണ്ടിരിക്കും. എന്തെങ്കിലും ഇപ്പോൾ എനിക്ക് ഒരാൾ പറയുകയാണ്, എടാ ആ ഒരു കാര്യം ചെയ്യണം, സെറ്റാക്കാം. ഇതിപ്പോൾ നോവൽ എഴുതുമ്പോൾ നമ്മൾ ചിലപ്പോൾ ആ സാധനം വരും, അതങ്ങനെ നമ്മുടെ ലാംഗ്വേജും പോയിക്കൊണ്ടിരിക്കും അങ്ങോട്ട് മുന്നോട്ട്. അപ്പം നാച്ചുറലായിട്ടുള്ള ആ ഒരു ലാംഗ്വേജ് നമ്മൾ സംസാരിച്ച് നോക്കുക, സ്വന്തമായിട്ട് വായിച്ചിട്ട് സംസാരിച്ച് നോക്കുക. അത് ഭയങ്കര കല്ലേടിയായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അത് മാറ്റി എഴുതുക, അതാണ്. അപ്പോൾ സ്ക്രിപ്റ്റും ഇതും കൂടെ വരുമ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ ചെയ്യുന്നത് സിമിലറാണ് ഏകദേശം, സ്ക്രിപ്റ്റിലും ഇതിലും വരുമ്പോൾ നോവലിൽ. അതങ്ങനെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അനശ്വർ ദേവ്, ഈ കുട്ടിക്ക് ഒരു കയ്യടി കൊടുക്കണം. കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ ബുക്കുകൾ വായിച്ച ഒരു കുട്ടിയാണിത് കേട്ടോ. എത്ര ബുക്കുകളാണ് വായിച്ചത് നീ 2025? ഈ വർഷമാണെങ്കിൽ ഞാൻ 250. അപ്പോൾ ഞാനാണെങ്കിൽ കഴിഞ്ഞ തവണ ഈ KLI BF വന്നപ്പോൾ സാറിന് പനി എന്തായിരുന്നു, അപ്പോൾ നിയമസഭാ പുസ്തകോത്സവം ആ പുസ്തകോത്സവത്തിന് വന്നപ്പോൾ സാറിന് പനി എന്തായിരുന്നു, അപ്പോൾ സാറിന് വരാൻ പറ്റിയില്ലല്ലേ? ഇല്ല പറ്റിയില്ല. എനിക്ക് ഫുഡ് പോയ്സൺ ആയിരുന്നു. ഞാൻ ചെന്നൈയിൽ നിന്ന് വന്നപ്പോൾ ട്രെയിനിൽ നിന്ന് ഇച്ചിരി ബിരിയാണി വാങ്ങി കഴിച്ചത്, ആശുപത്രിയിലായി. ഓക്കെ, അപ്പോൾ ഞാൻ കഴിഞ്ഞ വർഷം വന്നപ്പോൾ സാറിൻ്റെ മെർക്യൂറി ഐലൻഡ് മാത്രമേ വായിച്ചിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ ഞാൻ സാറിൻ്റെ എല്ലാ പുസ്തകവും വായിച്ചു. അപ്പോൾ എനിക്ക് ഈ ഓജ ബോർഡ് എന്ന പുസ്തകത്തിൽ ഒരു ചോദ്യമുണ്ട്. അതായത് ഓജ ബോർഡിൽ ഏറ്റവും ലാസ്റ്റിൽ എലിസബത്ത് എന്ന് പറയുന്ന ഒരു പുതിയ കഥാപാത്രത്തിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ അടിക്കുറിപ്പായിട്ട് എലിസബത്തിൻ്റെ മരണം എന്ന് പറയുന്ന പുതിയൊരു പുസ്തകം എഴുതുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പുസ്തകം വരുന്നുണ്ടോ പുതുതായിട്ട്? അതെന്താണെന്നറിയാമോ, 2011 സമയത്താണ് ഇത് എഴുതുന്നത്. അപ്പോൾ ആ ഒരു ത്വരയ്ക്ക് അങ്ങനെ എഴുതി പോയതാണ്. എനിക്ക് തന്നെ അറിയില്ല അത് ആരാന്ന്.
അല്ല ഞാനത് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് എല്ലാവരോടും പറയുന്ന പോലെ അടുത്ത വർഷം തരാം. അത് പറഞ്ഞ് 12 വർഷമായിപ്പോൾ. എന്നാലും ഞാൻ അടുത്ത വർഷം എനിക്ക് ഹൊറർ ഇപ്പോൾ എഴുതാനായിട്ടുള്ള ഒരു ഇത് ആയിട്ടില്ല. എലിസബത്തിൻ്റെ പറഞ്ഞ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. എന്തായാലും താങ്ക് യു നീ അത് ചോദിച്ചതിൽ. പിന്നെ ഈ പരിപാടിക്ക് ഇപ്പം എന്നെ കാണാനായിട്ടാണ് വന്നത്. നീ ഇന്നലെ മെസ്സേജ് അയച്ചായിരുന്നു രാത്രി. ഈ പയ്യനെ അല്ലല്ല അതല്ല ഇല്ല, ഇന്നലെ രാത്രി ഞാൻ ഉറങ്ങാൻ നേരമായപ്പോൾ ഒരു നോട്ടിഫിക്കേഷൻ സൗണ്ട് കേട്ട് നോക്കിയപ്പം ഈ പയ്യൻ്റെ അച്ഛൻ്റെ ഫോണിൽ നിന്നാണ് മെസ്സേജ് വന്നിരിക്കുന്നത്. അപ്പം പയ്യൻ അവിടെയും വന്നിട്ടുണ്ടായിരുന്നു നിയമസഭാ പുസ്തകോത്സവത്തിൽ. എനിക്ക് ഭയങ്കര സ്നേഹമുള്ളതാണ്. കാരണം പുതിയ തലമുറയാണ്, ഇത്രയും വായിക്കുന്നുണ്ട്, അങ്ങനെ തന്നെ മുന്നോട്ട് പോകണം. ഭാവിയിലെ എഴുത്തുകാരും കൂടെ ആണ് ഉള്ളത്. അപ്പോൾ എന്തായാലും താങ്ക് യു. എലിസബത്തിൻ്റെ മരണം തരാം കേട്ടോ. ഞാനും ഇതേപോലെ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ വന്നിട്ടുണ്ടായിരുന്നു, ചേട്ടനെ കാണാൻ വേണ്ടി മാത്രം. എന്നിട്ട് അവിടെ കരഞ്ഞുകൊണ്ട് ഇറങ്ങി വന്നേ, അത്രയും സങ്കടമായി. അപ്പോൾ ഇന്നും വരണം എന്ന് പ്രാർത്ഥിച്ച് എക്സാമിന് പോലും ഇത്രയും ഞാൻ പ്രാർത്ഥിച്ചിട്ട് പോയിട്ടില്ല. അപ്പോൾ എനിക്ക് 4 ബുക്കും ഞാൻ വായിച്ചു. റാംകോ ആനന്ദിയിൽ ഒരു കുഞ്ഞ് ഡൗട്ടാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അതായത് ഇതിനകത്ത് നൈറ്റിൽ അവർ ലോഡ്ജി സ്റ്റേ ചെയ്യുന്ന സീനിൽ ആനന്ദി കാണുന്നൊരു സ്വപ്നമുണ്ട്. അതായത് അവൾ വീഴാൻ പോകുമ്പോൾ ഒരു രോമമൊക്കെ ഉള്ളൊരു കൈ വന്ന് പിടിക്കുന്നു. എന്നിട്ട് അവൾ പിന്നെ താഴെ വീഴുമ്പോൾ ഒരു കുഞ്ഞൊരു ഇളം കൈ, പിഞ്ച് കൈ അവളെ തൊടുന്നുണ്ട്. ആ പിഞ്ച് കൈ രാജയുടെ കൈയാണോ? തീർച്ചയായിട്ടും. അതെങ്ങനെ കണക്ട് ആയി? 15 പ്രാവശ്യം ആ ബുക്ക് ഞാൻ വായിച്ചിട്ടുണ്ട്. അത്രയ്ക്ക് പറഞ്ഞു. എനിക്ക് എന്താ അറിയില്ല, എനിക്ക് ഭയങ്കര, ഞാൻ കൈയൊക്കെ വിറയ്ക്കുന്നു, ഭയങ്കര ഷിവറാവുന്നു. എനിക്കും കൈ വിറയ്ക്കുന്നുണ്ട്. ഇതൊക്കെ കേട്ടിട്ട് 15 തവണ വായിച്ച ഒരാളെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. പക്ഷെ ഞാൻ അതിൻ്റെ അകത്ത് ഒളിപ്പിച്ച് വെച്ചൊരു കാര്യമാണ് കേട്ടോ അതിൻ്റെ അകത്ത്. അതായത് എല്ലാം വായിച്ച് കഴിയുമ്പോൾ കണക്ട് ചെയ്യേണ്ട ഒരു സാധനമായിരുന്നു. വളരെയധികം സന്തോഷമുണ്ട്. പിന്നെ എനിക്ക് വേറെ ഒരു കാര്യം കൂടെ ഇതിൻ്റെ അകത്ത് പറയാനുള്ളത്, എൻ്റെ ട്രാൻസ്ലേറ്റർ ഹരിദാസിക്ക് വന്നിട്ടുണ്ട്. ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് അവിടെ ഇപ്പോൾ ഒരു ബെസ്റ്റ് സെല്ലറായിട്ടാണ് റാം കെയർ ഓഫ് ആനന്ദി വരുന്നത്. ഒന്ന് എഴുന്നേറ്റിക്കോ, എനിക്ക് ഇങ്ങനെ കാണാറില്ല എൻ്റെ വേദികളിലൊന്നും. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തു. എനിക്ക് ഭയങ്കര ഡൗട്ടായിരുന്നു ഇതെങ്ങനെയാണ് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് പോകുമ്പോൾ ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ അവിടെ 1 lakh കോപ്പീസ് അടുത്ത് തന്നെ പോയിട്ടുണ്ട്. അത് ഹരിതയുടെയും കൂടെ കഴിവാണ്. അപ്പോൾ എനിക്ക് പറയാൻ പെട്ടെന്ന് കണ്ടപ്പോൾ എനിക്ക് സർപ്രൈസ് ആയി. താങ്ക് യു. ഹരിതനെ പരിചയപ്പെടുത്തണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. എന്തായാലും ചെയ്തു. നമ്മുടെ സമയപരിമിതി ഒരു ക്വസ്റ്റ്യൻ ലാസ്റ്റ്. ഞാൻ അഖിൽ ചേട്ടൻ പഠിച്ച സ്കൂളിൽ തന്നെയാണ് പഠിച്ചിറങ്ങിയ +2 ഹോളി ഫാമിലി HSSൽ. അപ്പോൾ ചേട്ടൻ അവിടെ സ്കൂളിൽ വന്ന ഒരു ദിവസം പ്രസംഗിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ അതൊക്കെ ലൈവായിട്ട് കേട്ട ഒരാളാണ്. അപ്പോൾ അന്ന് പോലെ എക്സൈറ്റഡ് ആയിരുന്നു ഇങ്ങനെ ഒരു ഫേസ് ടു ഫേസ് ഒന്ന് നിൽക്കണമെന്ന്. അപ്പോൾ ഇന്നിപ്പോൾ ആ അവസരം നടന്നതിൽ ഭയങ്കര സന്തോഷമുണ്ട്. എനിക്കൊരു ചോദ്യമുണ്ട്. ഇപ്പോൾ +2 ഫെയിലായെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ അക്കാഡമിക് എക്സലൻസ് മാത്രമാണ് സക്സസ് എന്ന് ഇപ്പോഴും വിചാരിച്ചിരിക്കുന്ന ഒത്തിരി മാതാപിതാക്കളുണ്ട്. അപ്പോൾ അവരോടൊക്കെ എന്തോ ഒരു ചെറുതായിട്ടൊന്ന് പറയാൻ എന്തോ ഉള്ളു. ഞാൻ ബുക്ക് കൊണ്ടുവന്ന് വിറ്റപ്പോഴൊക്കെ എൻ്റെ സ്കൂളിലേക്ക്, നമ്മുടെ സ്കൂളിലേക്ക് മാത്രം ഞാൻ പോയിട്ടില്ല. കാരണം എന്നെ ഒരു വിധത്തിൽ അവിടെ എഴുത്തിന് സപ്പോർട്ട് ചെയ്തിട്ടില്ല. അപ്പം ഞാൻ തീരുമാനിച്ചിരുന്നു +2 ഫെയിലാണെങ്കിലും ഞാൻ അവിടെ ഇനി പോകുമെങ്കിൽ എനിക്ക് അവിടെ ഒരു ചെയർ ഉണ്ടായിരിക്കണം എന്നുള്ളൊരിത്. എന്നെ ഫുൾ A+ വാങ്ങിയ പിള്ളേരെ അനുമോദിക്കാൻ വേണ്ടിയിട്ടാണ് എന്നെ ഗസ്റ്റായിട്ട് അവിടെ വിളിച്ചത്. അവിടെ വെച്ചിട്ട് എൻ്റെ ക്ലാസ് ടീച്ചർ പറഞ്ഞു, എൻ്റെ നല്ല ബെസ്റ്റ് സ്റ്റുഡൻ്റ് ആയിരുന്നു. ഞാൻ പറഞ്ഞു മിസ്സേ ഞാൻ +2 തോറ്റതാണ്. നീ തോറ്റായിരുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ അതൊന്നും അല്ല, പഠിക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. നമ്മുടെ ലക്ഷ്യങ്ങൾ അത് തേടി പോവുക. ഇപ്പോൾ പഠിക്കുന്നതാണ് ലക്ഷ്യം, IAS ആണെങ്കിൽ അതിലേക്ക് പോവുക. ഇയാൾക്ക് എന്താണ് ഫോക്കസ് ചെയ്യേണ്ടത്, അത് ആരൊക്കെ എന്തെങ്കിലും പറഞ്ഞാലും അതിൽ തന്നെ ഫോക്കസ് ചെയ്യുക, മുന്നോട്ട് പോവുക. ഈ ലോകം നിങ്ങളെ കേൾക്കാനായിട്ടുണ്ട്. താങ്ക് യു.